ഓക്കെ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. എല്ലാവർക്കും നമസ്തേ. കോട്ടയം SNDP യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നടന്നു വരുന്ന ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിൻ്റെ വിദൂര ദർശന പഠന വിഭാഗമായ ജഗദ്വാണി ഗുരുവാര പാഠശാലയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഗുരുധ്യാനത്തോടുകൂടി ഇന്നത്തെ ക്ലാസ്സുകൾ ആരംഭിക്കാം. ഗുരുധ്യാനം ആലപിക്കുന്നത് ഉദിത് പ്രശാന്ത്. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുർ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരുജനങ്ങളെ, ജഗദ്വാണി ഗുരുവാര പാഠശാലയിലേക്ക് ഏവർക്കും സ്വാഗതം. ജഗദ്വാണി ഗുരുവാര പാഠശാലയുടെ ഈ ലിങ്ക് നിങ്ങളുടെ ആത്മമിത്രങ്ങൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യാവുന്നതാണ്. ജഗദ്വാണി ഗുരുവാര പാഠശാലയെ സംബന്ധിക്കുന്ന നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഗുരുവാര പാഠശാലയുടെ കോർഡിനേറ്റർ ശ്രീമതി സ്മിത പ്രശാന്തുമായി പങ്കുവയ്ക്കാവുന്നതാണ്. ശ്രീമതി സ്മിത പ്രശാന്തിൻ്റെ മൊബൈൽ നമ്പർ 7012553879. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 7012553879 എന്ന നമ്പറിൽ പങ്കുവയ്ക്കാവുന്നതാണ്. ഗുരുജനങ്ങളെ, ഇന്നത്തെ പാഠഭാഗം ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഗൃഹസ്ഥ ശിഷ്യനായിരുന്ന ഭാർഗവൻ വൈദ്യരെ സംബന്ധിച്ചിട്ടുള്ളതാണ്. ഗുരുദേവൻ വാത്സല്യപൂർവം ഭൃഗു എന്ന ഓമന പേരിലാണ് ഭാർഗവൻ വൈദ്യരെ വിളിച്ചിരുന്നത്. അന്ന് അന്തേവാസികളിൽ, ശിവഗിരിയിലെ അന്തേവാസികളിൽ ഏറ്റവും ബാലനായ വ്യക്തിയായിരുന്നു ഭാർഗവൻ വൈദ്യർ. ഭാർഗവൻ വൈദ്യരോടൊപ്പം അന്ന് അന്തേവാസികൾ ഉണ്ടായിരുന്നതിൽ പ്രമുഖരായ തമ്പി എന്ന് വിളിക്കുന്ന നടരാജഗുരുവും അയ്യങ്കാളിയുടെ അടുത്ത ബന്ധുവായിരുന്ന TT കേശവൻ ശാസ്ത്രിയുമൊക്കെ ഉൾപ്പെട്ടിരുന്നു. ഭഗവാന്റെ പ്രായാധിക്യത്തിലും രോഗപീഠാവസ്ഥയിലും ഭഗവാനെ ശുശ്രൂഷിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയാണ് ഭാർഗവൻ വൈദ്യർ. ഗുരുദേവന്റെ നിർദ്ദേശപ്രകാരമാണ് ഭാർഗവൻ വൈദ്യർ പിന്നീട് ആയുർവേദം പഠിക്കാനായിട്ട് തിരുവനന്തപുരം ആയുർവേദ കോളേജിൽ ചേരുന്നതും അദ്ദേഹം പിന്നീട് ആയുർവേദ കോളേജിൻ്റെ പ്രിൻസിപ്പലായി ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടറായി ഒക്കെ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇന്ന് ഗുരുദേവൻ്റെ ഭൃഗുവിനെ സംബന്ധിച്ച് വളരെ വിശദമായി നമ്മുടെ ക്ലാസ്സിൻ്റെ ആചാര്യനായിട്ടുള്ള VM ശശി സാർ അനാവരണം ചെയ്ത് സംസാരിക്കുന്നതാണ്. ബഹുമാനപൂർവ്വം VM ശശി സാറിനെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്തേ സാർ. നമസ്തേ. എല്ലാവർക്കും നമസ്കാരം. സമയം പരിമിതമായതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ആരംഭിക്കുക. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, വി ഹാവ് എ ലിറ്റിൽ ടൈം സോ വി ക്യാൻ സ്റ്റാർട്ട് സ്ലോലി എന്ന്. നമുക്ക് ശകലം സമയമുള്ളതുകൊണ്ട് പതുക്കെ തുടങ്ങാം എന്ന്. അതിനൊരു മീനിങ് ഉണ്ട്, ഇന്നർ മീനിങ് എന്ന് പറഞ്ഞാൽ സമയമില്ല, 1 മണിക്കൂറേ ഉള്ളൂ. കാരണം ഞാനിന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഭാർഗവൻ വൈദ്യരെ കുറിച്ച് പ്രദീപ് സാർ പോലെ ആമുഖമായി കുറച്ച് പറഞ്ഞു കഴിയുമ്പോൾ ഭാർഗവൻ വൈദ്യർ ഗുരുദേവനെ കുറിച്ചുള്ള സ്മരണകൾ അയവിറക്കുന്നുണ്ട്. പല ഗ്രന്ഥങ്ങളിൽ അതുണ്ട്, പല ഗ്രന്ഥങ്ങളായിട്ട് ചെറിയ കിടക്കുന്നു എന്ന് വേണം പറയാം. അപ്പൊ അത് ഏകദേശം എനിക്ക് കിട്ടിയിടത്തോളം കാര്യങ്ങൾ നിങ്ങളെ ആ ഗ്രന്ഥത്തിൽ നിന്ന് തന്നെ ഭാർഗവൻ വൈദ്യരുടെ വാക്കുകളിൽ വായിച്ചു കേൾപ്പിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് കുറച്ച് ഹൃദയസ്പൃക്കായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും അതിനകത്ത്, പഴയ അനുഭവങ്ങൾ. അത് നമുക്കങ്ങനെ പങ്കുവയ്ക്കാൻ കിട്ടുന്നതല്ല. വൈദ്യരെ പോലെ അതുപോലെ അവിടെ താമസിച്ചവർക്ക് മാത്രം പറയാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അകലെ നിന്ന് കണ്ടവരോ വല്ലപ്പോഴും വന്നു പോകുന്നവരോ ഒക്കെ ആയിരുന്ന ഗൃഹശിഷ്യന്മാരൊക്കെ ധാരാളമുണ്ട്. അവർക്കാർക്ക് ഇത് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ ഭാഗവും പുസ്തകത്തിൽ നിന്ന് വായിച്ച് നിങ്ങളെ കേൾപ്പിക്കാനായിട്ട് ഞാൻ വിനിയോഗിക്കും എന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ്. ഭാർഗവൻ വൈദ്യർ 1901 ജനിക്കുന്നത്.
കുളത്തൂർ, കോലത്തുകരയ്ക്കടുത്ത് കുളത്തൂർ വലിയ വിളാകത്ത് വീട്ടിൽ ആയുർവേദ വൈദ്യനായ വേലായുധൻ വൈദ്യന്റെയും കുട്ടിയമ്മയുടെയും 8ാമത്തെ പുത്രനായാണ് ജനിച്ചത്. 7 മുതിർന്ന കുട്ടികൾ, ഭാർഗവൻ വൈദ്യർക്ക് 7 മുതിർന്ന സഹോദരന്മാരുണ്ടായിരുന്ന, സഹോദരിയൊക്കെ. പ്രാഥമിക വിദ്യാഭ്യാസം നടത്തുന്ന കാലത്ത്, പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് സ്കൂളിൽ പഠിക്കുന്നു. അതോടൊപ്പം സംസ്കൃതം, വൈദ്യനാണ് അച്ഛൻ എന്നുള്ളതുകൊണ്ട് സംസ്കൃതത്തിൽ ഉപരിപഠനം വീട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുക. 8 വയസ്സായ കാലത്ത് സാമാന്യേന സംസ്കൃതത്തിന്റെ സിദ്ധരൂപവും അമരകോശവും ബാലപ്രബോധനം തുടങ്ങിയ ഗ്രന്ഥങ്ങളും ഒക്കെ പഠിച്ചു. അപ്പം പുരാണങ്ങളൊക്കെ വീട്ടിൽ ചർച്ച ചെയ്യുകയും അറിയുകയും ഒക്കെ ചെയ്യാം. അങ്ങനെ ഇരിക്കുന്ന കാലത്ത് 8ാമത്തെ വയസ്സിലാണ് ശ്രീനാരായണ ഗുരുദേവൻ കോലത്തുകര ക്ഷേത്രത്തിൽ എത്തുന്നു. നമുക്കറിയാം, കോലത്തുകര ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാപകൻ തന്നെ ഗുരുദേവനാണ്. 1893 കോലത്തുകര ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ. ആ ചരിത്രമെല്ലാം നിങ്ങൾ ഒരുപക്ഷെ പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല, സമയവും നമുക്ക് പോരല്ലോ അതൊന്നും പറയാം. അപ്പൊ ഈ കോലത്തുകര ക്ഷേത്രത്തിൽ 1909 എത്തുമ്പോൾ അവിടെ ധാരാളമായി ഫലവർഗ്ഗങ്ങൾ, പഴങ്ങൾ ഗുരുദേവന് കാണിക്കയായിട്ട് ഭക്തന്മാർ കൊണ്ടുവച്ചു. ഒരുപാട് ഇരിക്കുന്നു. ഇത് കണ്ടിട്ട് ഗുരുദേവൻ പറഞ്ഞു, ഇവിടെ കുറെ അധികം കുട്ടികളുണ്ടല്ലോ, നമുക്ക് ഈ കുട്ടികളെ വിളിച്ച് ഈ പഴങ്ങളെല്ലാം കൊടുക്കാം, അവർ വന്ന് എടുത്തുകൊണ്ട് പോട്ടെ എന്ന് പറഞ്ഞു ഗുരു ഒരു നിർദ്ദേശം വെച്ചു. ഈ ഭാർഗവൻ ഉൾപ്പെടെയുള്ള കുട്ടികളെല്ലാം ക്ഷേത്രത്തിലുണ്ട്. ഓരോരുത്തരായിട്ട് അവിടെ നിന്ന് എല്ലാം വിളിച്ചു പറഞ്ഞു, ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വന്ന് ഈ പഴങ്ങൾ എടുത്തുകൊണ്ട് പോകാൻ. അപ്പൊ ഓരോരുത്തരായിട്ട് വന്ന് ഈ പഴങ്ങൾ എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പൊ കൂട്ടത്തില് ഭാർഗവൻ വൈദ്യർ ഒരു കാര്യം തീരുമാനിച്ചു, ഞാൻ ആദ്യം പോയി എടുക്കാൻ നിന്നാല് ഉന്തി തള്ളിക്കയറി എടുക്കുന്ന ആളായിരിക്കും ഇവനെന്ന് ഗുരുദേവന് തോന്നിയെങ്കിലും, അതുകൊണ്ട് പുറകെ നിൽക്കാം, ഏറ്റവും പുറകെ നിന്നു. ഇത് പഴം എടുക്കാനായിട്ട് നടന്നു പോകുമ്പോ ഭാർഗവൻ വൈദ്യർ മനസ്സിലോർത്തു, അവിടെ ഇരിക്കുന്നതിൽ വലിയ പഴം എടുത്താലോ? അയ്യോ വേണ്ട, അങ്ങനെ എടുക്കണ്ട. അങ്ങനെ എടുക്കുമ്പോ ഇവൻ ആർത്തി പിടിച്ച കൊച്ചാണെന്ന് ഗുരുദേവന് തോന്നിയാലോ? അതുകൊണ്ട് അതും വേണ്ട, ഏറ്റവും ചെറുതെടുക്കാം. ഭാർഗവൻ വൈദ്യൻ ചെന്ന് ഒരു ഏറ്റവും ചെറിയ പഴം എടുത്തുകൊണ്ട് അങ്ങ് പോയി. ഈ വരുന്ന കുട്ടികളെല്ലാം സശ്രദ്ധം ഗുരുദേവൻ വീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോ പോയി കഴിഞ്ഞപ്പോഴത്തേനും ഗുരു തൊട്ടടുത്ത് നിന്ന ഗുരുവിന്റെ സന്യാസി ശിഷ്യനോട് പറഞ്ഞു, അങ്ങ് ആ പിള്ളേരുടെ കൂട്ടത്തിൽ പോയി നിൽക്കുന്ന അവനെ ഇങ്ങനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞപ്പം ഗുരു ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നത് എന്നെയാണെന്ന് മനസ്സിലായി ഭാർഗവൻ അവിടെ വന്ന് പതുക്കെ മുങ്ങി, ആൾക്കൂട്ടത്തിലേക്ക് മുങ്ങി. അവിടെ ചെന്ന് ഗുരു ചൂണ്ടിക്കാണിച്ച ആളാണെന്ന് തെറ്റിദ്ധരിച്ച് ഈ ശിഷ്യൻ ഒരു കുട്ടിയെ വിളിച്ചോണ്ട് വന്ന്, സ്വാമി വിളിക്കുന്ന അങ്ങോട്ട് പോകാന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത് ഗുരുവിന്റെ അടുക്ക് കൊണ്ടുവന്നപ്പോൾ ഗുരുദേവൻ തന്നെ പറഞ്ഞു, ഇവനെയല്ല ഉദ്ദേശിച്ചത്, അങ്ങപ്പുറത്ത് മാറി നിൽക്കുന്നില്ല, അവനെ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞു. രണ്ടാമത് ഈ ശിഷ്യൻ ചെന്ന് ഭാർഗവനെ വിളിച്ചോണ്ട് വന്നു, നിന്നെ ഗുരു വിളിക്കുന്ന അങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഗുരുവിന്റെ അടുക്കൽ ഭാർഗവൻ വൈദ്യൻ വന്നു. വൈദ്യനായിട്ടില്ല, അന്ന് ഭാർഗവൻ വന്നു. അപ്പം ഗുരുദേവൻ ഭാർഗവനോട് ചോദിച്ചു, നിന്റെ പേരെന്താണ്? ഉടനെ പറഞ്ഞു ഭാർഗവൻ. പിന്നെ ഗുരുദേവൻ പറഞ്ഞ മറുപടി ഇതാണ്, ഓ കൊള്ളാമല്ലോ, അച്ഛന്റെ വാക്ക് കേട്ട് അമ്മയെ കൊന്നയാളല്ലേ ഭാർഗവൻ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, പുരാണങ്ങളൊക്കെ കേട്ട് പരിചയം ഉണ്ടായിരുന്നു ഭാർഗവൻ. അതുകൊണ്ട് ഭാർഗവൻ ഉടനെ ഗുരുദേവനോട് എടുത്ത വായിൽ മറുപടി പറഞ്ഞു, അങ്ങനെ കൊന്നെങ്കിലും അച്ഛന്റെ അനുഗ്രഹത്താൽ അമ്മയെ ജീവിപ്പിക്കാനും ഭാർഗവന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഗുരുദേവൻ ഈ വാക്കുകൾ ഗുരുദേവനിൽ ഉളവാക്കിയത് ഏത് തരത്തിലുള്ള വികാരമായിരിക്കുമെന്ന് പിന്നീടുള്ള ഗുരുദേവന്റെ പെരുമാറ്റത്തിൽ നിന്ന് നമ്മൾ ഊഹിച്ചാൽ മതി. എന്തായാലും അടുത്ത വായിൽ ഗുരുദേവൻ ചോദിച്ചു, നീ നമ്മോടൊപ്പം ശിവഗിരിയിൽ പഠിക്കാനായിട്ട് പോരുന്നുണ്ടോ? ഭാർഗവൻ പറഞ്ഞു, അച്ഛൻ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ പോരാ എന്ന് പറഞ്ഞു. അപ്പൊ നിന്റെ അച്ഛൻ ആരാണ്? വേലായുധൻ വൈദ്യർ. ഓ, നാം ഓർമ്മിക്കുന്നു, എന്നോടൊപ്പം ചെറിയ ക്ലാസ്സിൽ ഒന്നിച്ച് പഠിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. വേലായുധൻ വൈദ്യരെ വിളിച്ചുകൊണ്ട് വാ, ഗുരുദേവൻ പറഞ്ഞു. അങ്ങനെ ആള് പോയി, തൊട്ടടുത്ത് തന്നെയാ. വേലായുധൻ വൈദ്യരെ വിളിച്ചുകൊണ്ട് വന്നു. വേലായുധ വൈദ്യർക്ക് 10 കയ്യാലെ സമ്മതമാണ്. കാരണം ഗുരുദേവനോടൊപ്പം ഒരു കുട്ടിയെ പഠിക്കാൻ അയക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പുണ്യമായി, സുഹൃതമായി, എന്താ പറയുന്ന, ഒരു കുടുംബത്തിന്റെ ഐശ്വര്യമായി കാണുന്ന കാലം. വീട്ടിൽ ചെന്ന് ബാഗും ആവശ്യത്തിനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് ഭാർഗവൻ തിരിച്ചു വന്ന്, ഗുരുദേവൻ അന്ന് കാറിലായിരുന്നു വന്നതെന്ന് ഭാർഗവൻ വൈദ്യർ പറയുന്നുണ്ട്. ആ കാറിൽ ഗുരു ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്നു, പുറയിൽ ഇങ്ങനെ ഇരുന്ന് ശിവഗിരിക്ക് പോകുന്നു. അപ്പൊ കണ്ണുനീർ വാർത്തുകൊണ്ടാണ് പോകുന്നത്. കാരണം നാടിനെയും വീടിനെയും വീട്ടുകാരെയൊക്കെ വിട്ടിട്ട് പോകുന്നു. ചിലരൊക്കെ പറയുന്നു, എന്തിനാ ഇവൻ പോകുന്നു, ഇവിടെ നിന്ന് പഠിച്ചാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നു. പക്ഷെ അതിന്റെ പശ്ചാത്തലം നോക്കുമ്പോൾ 7 കുട്ടികൾ മുതിർന്നവരെ പഠിപ്പിക്കാനും ഈ ഭാർഗവനെ പഠിപ്പിക്കാനും കൂടി ഉള്ള പാങ്ങ്, കാര്യം വൈദ്യനാണെന്ന് പറഞ്ഞാലും ആ കുടുംബത്തിന് ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ത്രികാലജ്ഞാനിയായ ശ്രീനാരായണ ഗുരുദേവൻ, പരമകാരുണികനായ ഗുരുദേവൻ അത് മനസ്സിലാക്കിയിട്ടായിരിക്കും ഭാർഗവനെ ഞാൻ കൊണ്ടുപോയതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഭാർഗവനെ ശിവഗിരിയിൽ എത്തിച്ചു. അപ്പം ഭാർഗവൻ അവിടെ എത്തിയപ്പോൾ അവിടെ വേറെയും 6-7 കുട്ടികളുണ്ട് ഭാർഗവനെ പോലെ പഠിക്കാൻ വന്നിരിക്കുന്നവർ.
ഒരു ദിവാകരൻ ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം തിരുവനന്തപുരത്ത് കോടതിയിൽ ഉദ്യോഗസ്ഥനായി. മറ്റൊരു ഭാർഗവൻ ഉണ്ടായിരുന്നു, അർജുനൻ എന്ന് പറഞ്ഞ കടക്കാറുകാരൻ ഉണ്ടായിരുന്നു. അദ്ദേഹം പിന്നീട് ബോംബെയിലേക്ക് താമസം മാറ്റി. കുഞ്ഞിരാമൻ ഉണ്ടായിരുന്നു, അത് തിരുവനന്തപുരത്തെ മേയറൊക്കെ ആയിരുന്നാണ് ഒരു പ്രാവശ്യം. അതുപോലെ കേശവശാസ്ത്രി മുമ്പ് ഇവിടെ സൂചിപ്പിച്ച പോലെ ഡെപ്യൂട്ടി സ്പീക്കർ ആയിരുന്നു തിരുവിതാംകൂറിന്റെ ഒരു കാലഘട്ടത്തിൽ. കേരളം ആയില്ല അതിനു മുമ്പ്. ശങ്കരൻ, രാഘവൻ, സുബ്രഹ്മണ്യൻ തുടങ്ങിയ കുറേ കുട്ടികളുണ്ടായിരുന്നു, വിവിധ ജാതി മതത്തിൽപ്പെട്ട കുട്ടികൾ. ശിവേരിയിലെത്തിയ ഭാർഗവനോട് ഗുരുദേവൻ പറഞ്ഞത് ആദ്യം തന്നെ ഇത്രയാണ്: എടാ, നിന്നോട് ആരെങ്കിലും നിന്റെ ജാതി ചോദിച്ചാൽ പറയരുത്. അതുപോലെ തന്നെ നീ ആരോടും ജാതി ചോദിക്കുകയും ചെയ്യരുത്. ഭാർഗവൻ പറയുന്നുണ്ട്, എന്നെ ആദ്യം ഗുരു പഠിപ്പിച്ച ഇതാണ്: നിന്നോട് ആരെങ്കിലും ജാതി ചോദിച്ചാൽ പറയരുത്, നീ മറ്റാരുടെയും ജാതി ചോദിക്കുകയും ചെയ്യരുത് എന്ന്. ഞാൻ അതുപോലെ തന്നെ ചെയ്തു. അങ്ങനെ ശിവേരിയിലെത്തിയ ഭാർഗവനെയാണ് ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ മുമ്പേ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഭൃഗു എന്ന് വിളിച്ചു തുടങ്ങി. ഭൃഗു എന്ന ഓമന പേരിലാണ് പിൽക്കാലത്ത് ഗുരുദേവൻ മഹാസമാധിയാകുന്നത് വരെയും ഈ ഭാർഗവൻ വൈദ്യനെ വിളിച്ച് കണ്ടിരുന്നത്. ഭാർഗവൻ വൈദ്യർ പറയുന്നത് അവിടെ നേരിട്ട് ഗുരുദേവൻ തന്നെ ഈ കുട്ടികളെ എല്ലാം വിദ്യ അഭ്യസിപ്പിക്കുകയാണ്. അതിൽ സംസ്കൃതം പഠിപ്പിക്കും, വേദോപനിഷത്തുകൾ പഠിപ്പിക്കും, ഗുരുവിന്റെ തന്നെ ദർശനം, തത്വോപദേശങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇതെല്ലാം നേരിട്ട് ഗുരുദേവൻ തന്നെ പഠിപ്പിക്കും. ഇവിടെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നടരാജ ഗുരുസ്വാമി അന്ന് അവിടെയുണ്ട്. നടരാജ ഗുരുസ്വാമി ചെറിയ കുട്ടിയൊന്നുമല്ല, ഇവരൊക്കെ ഒരുപാട് പ്രായാന്തരമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. നടരാജ ഗുരുസ്വാമി ബിരുദാനന്തര ബിരുദം ഒക്കെ നേടി നിൽക്കുന്ന കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് നടരാജ ഗുരുസ്വാമിയാണ് അവിടെ ഈ കുട്ടികളെല്ലാം ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഭാർഗവൻ വൈദ്യൻ നടരാജ ഗുരുസ്വാമിയുടെ കൂട്ടത്തിൽ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്. അപ്പം പഠിച്ച് കുറെ ആകുമ്പോഴൊക്കെ ഓരോരുത്തരുടെ ആഗ്രഹങ്ങളൊക്കെ പറയുമ്പം ഗുരുദേവൻ ഭാർഗവനോട് പറയും, നീ വൈദ്യം പഠിക്കണം. അപ്പൊ ഭാർഗവന്റെ മനസ്സ് മുഴുവൻ ഇവിടെ നിന്ന് പഠിച്ച് മിടുക്കനായി പഠിച്ചു കഴിഞ്ഞാൽ LLBക്ക് ചേരണം, നല്ലൊരു വക്കീലാകണം. ആ കാലഘട്ടത്തിൽ വക്കീൽ എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമായ, അതുപോലെ തന്നെ സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ള ജോലിയാണ്. അപ്പൊ ഒരു നല്ല വക്കീലായി ശോഭിക്കണം. അതെല്ലാം മനസ്സിൽ സ്വപ്നം കണ്ട് നടക്കുമ്പോഴാണ് ഈ ഭാർഗവനോട് ഗുരു ഒരു ദിവസം പറയാണ്, നീ വൈദ്യം പഠിക്കണം. എന്നിട്ട് പറഞ്ഞു, നിന്റെ വയറ്റിപ്പഴപ്പിന് വൈദ്യമാണ് നല്ലത്. അതോടൊപ്പം നീ ഒരു കാര്യം ചെയ്യണം, നമ്മുടെ ധർമ്മോപദേശങ്ങളും പ്രചരിപ്പിക്കണം. അത് പ്രാണവായുവായിട്ട് നിന്നോടൊപ്പം നിൽക്കണം. അപ്പം ഞാനിങ്ങനെ വക്കീലാകണമെന്ന് ആഗ്രഹിക്കുന്ന എന്ന് സ്വാമി എന്നിപ്പോ തിരിച്ചു പറഞ്ഞു. അപ്പൊ ഗുരുദേവൻ പറഞ്ഞു, നിന്റെ അടുത്ത തലമുറയിൽപ്പെട്ടവര് വക്കീലന്മാരായിക്കോളും. അതുപോലെ തന്നെയാണ് സംഭവിച്ചതെന്നാണ് പറയുന്നത്. മക്കളിൽ ചിലര് LLB പാസ്സായി, കൊച്ചുമക്കളിൽ പലരും LLB പാസ്സായി. അങ്ങനെയൊക്കെയാണ് കുടുംബത്തിന്റെ പിന്നീടുള്ള ഗതി എന്ന് ഭാർഗവൻ വൈദ്യര് അത് സ്മരിക്കുന്നുണ്ട്. ശിവഗിരിയിൽ 17 വർഷം, നീണ്ട 17 വർഷം ഭാർഗവൻ വൈദ്യര് താമസിക്കുന്നു. ശിവഗിരി വിട്ട് പോരേണ്ടി വരുന്നത് മഹാസമാധിയോട് കൂടിയാണ്. മഹാസമാധിക്ക് ശേഷം പിന്നെ അവിടെ താമസിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ നമുക്കറിയാം. ധർമ്മസംഘവും അതുപോലെ തന്നെ SNDP യോഗവും തമ്മിലൊക്കെ പല കേസുകളൊക്കെ ഉണ്ടാകുകയും അങ്ങനെയൊക്കെ അവിടെ താമസിക്കാൻ പറ്റാത്ത സ്ഥിതി വന്നപ്പോഴാണ് അവിടെ നിന്ന് അദ്ദേഹം ശിവഗിരിയോട് യാത്ര പറയുന്നതും പിന്നീട് ആയുർവേദ കോളേജിൽ ചേർന്ന് പഠിക്കുന്നതിന് വേണ്ടി പോവുകയുമാണ് ഉണ്ടായത്. ആ കാര്യങ്ങളിലേക്ക് ഞാൻ പിന്നീട് വരാം. അതിനു മുമ്പ് ഒരിക്കൽ ശിവഗിരിയിൽ വെച്ച് 2-3 സുഹൃത്തുക്കൾ ഒന്നിച്ച് ഇവര് പുറത്തുപോയി. വെളിയിൽ പോയപ്പം വെളിയിൽ ഒരു ഹോട്ടലിൽ കയറി. കാരണം ഈ വീട്ടിൽ നിന്ന് പോകുന്നതിന് ശേഷം മാംസാഹാരം ഒന്നും കഴിച്ചിട്ടില്ല. അങ്ങനെയാണ് ശിവഗിരിയിൽ മാംസാഹാരം കിട്ടുകയില്ല, നമുക്കറിയാം. അപ്പൊ ഹോട്ടലിൽ കയറി മാംസാഹാരം കഴിച്ചു. ശിവഗിരി വന്നു കഴിഞ്ഞപ്പോ തന്നെ ഗുരുദേവൻ ചോദിച്ചു, നിങ്ങൾ വെളിയിൽ നിന്ന് മാംസാഹാരം കഴിച്ചു അല്ലേ? സത്യം ഗുരുവിന്റെ മുമ്പ് മറച്ചു വെക്കാൻ പറ്റില്ല, അത് സമ്മതിച്ചു. ഞാനിപ്പോൾ ഭാർഗവനോടായും കൂട്ടുകാരോടായും പറയും, എടാ, മാംസാഹാരം നല്ലതല്ല, അത് ശവക്കറിയാണ്. ഇത് പറഞ്ഞ് ഗുരുദേവൻ വിലക്കി, ഇനി കഴിക്കരുതെന്ന്. അപ്പൊ എല്ലാവരും കരഞ്ഞുകൊണ്ട് ഗുരുവിന്റെ കാലിൽ വീണ് മാപ്പ് ചോദിച്ചു, ഇനി ഞങ്ങൾ ഒരിക്കലും കഴിക്കില്ല എന്ന് പറഞ്ഞു. ഭാർഗവൻ വൈദ്യര് പറയാണ്, പിന്നീട് ഞാൻ ഒരുപാട് ഉയർന്ന നിലവാരത്തിൽ എത്തിയിട്ട് ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും മാംസാഹാരം കഴിച്ചിട്ടില്ല. കാരണം ഗുരുവിന് അന്ന് കൊടുത്ത പ്രതിജ്ഞ ഞാൻ പാലിക്കുകയായിരുന്നു എന്ന് പറയുന്നു. ശിവഗിരിയിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. കുട്ടികൾ എന്നും 2 നേരം പ്രാർത്ഥന ചെല്ലണം. അതുപോലെ തന്നെ ഉച്ചഭക്ഷണത്തിന്, അന്നും ശിവഗിരിയിലെ ഉച്ചഭക്ഷണം ഗുരുപൂജ എന്നാണ് അറിയപ്പെടുന്നത്. ആ ഉച്ചഭക്ഷണത്തിന് പ്രാർത്ഥന കഴിഞ്ഞേ ഭക്ഷണം കഴിക്കാവുള്ളൂ, ഈ നിർബന്ധം വെച്ചിരുന്നു. അപ്പം പ്രാർത്ഥന ചൊല്ലാത്തവരെ ഗുരുദേവൻ കാണും, തിരിച്ചറിയും. കാരണം ഗുരു ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അല്ലെ തന്നെ ത്രികാലജ്ഞാനിയായ ഗുരുവിന് മനസ്സിലാവാത്തതൊന്നും ഇല്ലല്ലോ.
ഒരു ദിവസം ഭാർഗവൻ വൈദ്യർ വൈകിട്ട് പ്രാർത്ഥനയ്ക്ക് പോയില്ല. പിറ്റേ ദിവസം ഗുരു ചോദിച്ചു, എടാ നീ ഇന്നലെ പ്രാർത്ഥനയ്ക്ക് പോയില്ല അല്ലേ? അപ്പൊ സത്യം പറയേണ്ടി വന്നു, ഞാൻ പോയില്ല. ഉടനെ മറ്റുള്ളവരോടായി പറഞ്ഞു, ഇവൻ ഇനി 3 ദിവസം നമ്മോടൊപ്പം ഗുരുപൂജ ഭക്ഷണം കൊടുക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. ഒരു ചെറിയ ശിക്ഷ കൊടുത്തതാണ്. ഭാർഗവൻ ഇത് തെറ്റിദ്ധരിച്ചു, ഇനി ഭക്ഷണമേ കഴിക്കണ്ട എന്നാണ്, ഉച്ചഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നോർത്ത് ഭാർഗവൻ 3 ദിവസം പട്ടിണിക്കിരുന്നു. ഗുരുവിന് വലിയ വിഷമമായിപ്പോയി എന്ന് പറയുന്നു. ഗുരു ഭാർഗവനെ വിളിച്ചു, നിന്നോട് ഭക്ഷണം കഴിക്കണ്ടെന്ന് നാം പറഞ്ഞില്ലല്ലോ, നീ നമ്മോടൊപ്പം ഭക്ഷണം കഴിക്കണ്ടെന്നല്ല പറഞ്ഞുള്ളൂ, അതുകൊണ്ട് നീ പട്ടിണിക്കിരുന്ന എന്തിനാ എന്നെല്ലാം ചോദിച്ചു. വഴക്ക് പറയുന്ന തരത്തിലും സ്നേഹപ്രകടനത്തിന്റെ ഭാവത്തിലും ഗുരു അവനെ അടുത്തു വിളിച്ചു. അവൻ ഭാർഗവൻ വൈദ്യർ കരഞ്ഞു. കരഞ്ഞപ്പോൾ ഗുരുദേവൻ ഈ ഭാർഗവനെ അടുത്ത് ചേർത്ത് നിർത്തി നെറുകയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, നീ കണ്ണടച്ചു കഴിഞ്ഞപ്പോൾ ഗുരു വാ വിളിക്കാൻ പറയും. വാ വിളിച്ചു. ഗുരുദേവൻ മുന്തിരിങ്ങയും കൽക്കണ്ടവും വായിലേക്ക് ഇട്ടു കൊടുത്തു. കണ്ണു തുറന്നു, അത് ചവച്ചു തിന്നു. ഭാർഗവനോടായിട്ട് ഗുരു പറഞ്ഞു, ബാ നമുക്ക് ഒന്നിച്ചിനി ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് അന്ന് മുതല് പിന്നെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അത്ര വാത്സല്യമായിരുന്നു എന്നോട് ഗുരുദേവൻ പുലർത്തിയിരുന്നതെന്നാണ് ഭാർഗവൻ വൈദ്യര് ഇത്തരം കാര്യങ്ങളിലൂടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഭാർഗവൻ വൈദ്യർ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, അത് നമുക്കൊരു ദൃക്സാക്ഷി വിവരണം പോലെ ഞാൻ ആ കാര്യങ്ങളിലേക്ക് വരും, എങ്കിലും ഇതിനിടയ്ക്കൊന്ന് പറയുകയാണ്. ഇവിടെ ഞങ്ങൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ ആണ് ദൈവദശകം ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച് പ്രാർത്ഥനയ്ക്കായി തന്നത് എന്ന് പറയുന്നത്. കാരണം ഭാർഗവൻ വൈദ്യർ 1909 മുതൽ അവിടെ ഉണ്ടല്ലോ. അപ്പൊ 10-ലോ 11-ലോ അല്ലെ 9-ൽ തന്നെയാണ് ദൈവദശകം രചിച്ചതെന്ന് വിചാരിക്കാം. പക്ഷെ നമ്മള് ദൈവദശകത്തിന്റെ ശതാബ്ദി ആഘോഷിച്ചത് 2014 1914 ആലുവയിൽ വെച്ച് രചിച്ചു എന്ന കാഴ്ചപ്പാടിലുമാണ്. എല്ലാവരും പറഞ്ഞു നടന്നതും പ്രസംഗിച്ചതും ഒക്കെ ആലുവയിൽ വെച്ചാണ് ദൈവദശകം രചിച്ചതെന്നൊക്കെയാണ്. അതിരിക്കട്ടെ, ഞാനൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ആണ് ശിവഗിരിയിലെ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ എന്ന് ക്രമപ്പെടുത്തിയിരുന്ന, ബാല്യകാലത്തിൽ ക്രമപ്പെടുത്തിയിരുന്ന ഗുരുദേവൻ എന്ന് പറയാം. അതോടൊപ്പം ഗുരു നിഷ്കർഷിച്ചിരുന്ന മറ്റൊരു കാര്യമുണ്ട്. പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും ഗുരുവിന്റെ സന്നിധിയിൽ വന്ന് ഇരുന്നിട്ട് ഏതെങ്കിലും ഒരു ഗ്രന്ഥം പാരായണം ചെയ്യണം. അത് മിക്കവാറും ഭഗവത്ഗീതയായിരിക്കാം, വേദങ്ങളായിരിക്കാം, ഉപനിഷത്തുകളായിരിക്കാം, ബുദ്ധമത ഗ്രന്ഥങ്ങളായിരിക്കാം, ബൈബിൾ ആയിരിക്കാം, ഖുറാൻ ആയിരിക്കാം. ഇതിലേതാണെന്ന ഗുരു നിർദ്ദേശിക്കുന്ന പ്രകാരം ക്ഷേടനുസരിച്ച് ഓരോരുത്തരായിട്ട് പാരായണം ചെയ്യണം. പാരായണം ചെയ്യുന്ന മറ്റുള്ളവർ ശ്രദ്ധയോടെ കേട്ടിരിക്കണം. ഗുരുദേവൻ അത് കേൾക്കും. വായിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തി പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെ ഒരു ദിനചര്യ കൂടി ഞങ്ങൾ അവിടെ പഠിക്കുന്ന കാലത്തുണ്ടായിരുന്നുവെന്ന് ഈ ഭാർഗവൻ വൈദ്യർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കലുണ്ടായ ഒരു വലിയ അബദ്ധം ഭാർഗവൻ വൈദ്യർ പറയുന്നത് ഇങ്ങനെയാണ്. ചെറിയ കുട്ടി അല്പം കൂടി മുതിർന്നു കഴിഞ്ഞപ്പം ശിവരിയിലെ ഓരോ കാര്യങ്ങൾക്കായിട്ട് വെളിയിൽ പോകും. അതിനൊക്കെ സമർത്ഥനായിരുന്നു ഭാർഗവൻ വൈദ്യർ. അങ്ങനെ പോകുമ്പോൾ കൊല്ലത്ത് പോയിട്ട് ഒരു ബാങ്കിൽ നിന്ന് 4000 രൂപയുടെ ചെക്ക് മാറിയത് കയ്യിൽ മേടിച്ച്, കൊയിലോൺ ബാങ്കിൽ നിന്നാണ്. ശിവരിയിലേക്ക് വൈകുന്നേരം തിരിച്ചു പോരുമ്പോൾ കൊല്ലത്തെ റെയിൽവേ സ്റ്റേഷൻ വന്നപ്പോൾ അന്നേരം വല്ലപ്പോഴും അല്ലേ ഒരു ട്രെയിൻ ഉള്ളൂ. ആ ട്രെയിൻ മിസ് ചെയ്തു പോയി. പിന്നെ നേരം വെളുപ്പാങ്കാലത്തെങ്ങാണ്ടേ ട്രെയിൻ ഉള്ളൂ എന്ന് പറഞ്ഞു. ഭാർഗവൻ വൈദ്യരായിട്ടില്ല, ഓർത്തോണം, ഞാൻ പറയുമ്പോ അങ്ങനെ പറയുന്നേ ഉള്ളൂ. ഈ 4000 രൂപ മടിയിൽ വെച്ച് ഭദ്രമായി കെട്ടി ഒക്കെ വെച്ചിട്ട് അങ്ങോട്ട് ട്രെയിനിന്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയുള്ള 4 ചക്രം മാത്രം പോക്കറ്റിൽ വിട്ടിട്ട് റെയിൽവേ സ്റ്റേഷനിലെ ബെഞ്ചിൽ കമന്ന് കിടന്നുറങ്ങി അറിയാം, മടിയിൽ നിന്ന് കാശടിച്ചു പോയിരിക്കാം. പക്ഷെ രാത്രി പെട്രോൾ ഡ്യൂട്ടിക്ക് വരുന്ന പോലീസുകാർ നോക്കിയപ്പോൾ ഒരുത്തം കമന്ന് കിടന്നുറങ്ങുന്ന ഒരു പയ്യൻ. ഇപ്പം വല്ല പോക്കറ്റടിയോ അല്ലെങ്കിൽ മോഷണോ കഴിഞ്ഞ് വന്നാണെന്നറിയാം. ഇവനെ വിളിച്ച് എഴുന്നേപ്പിച്ചിട്ട് ചോദിച്ചു, നിന്റെ ഈ കാശ് വല്ലതും ഉണ്ടോടാന്ന് ചോദിച്ചു. ഈ ഭാർഗവൻ വൈദ്യൻ ഒരു നുണ പറഞ്ഞ്, എന്റെ ഈ 4 ചക്രം ട്രെയിനിന് പോകാനുള്ളത് മാത്രമേ ഉള്ളെന്ന് പറയും പോക്കറ്റിൽ എടുത്ത് കാണിച്ചു. ഇവർക്ക് സംശയമായി നിപ്പോ കണ്ട്. ആ പരിങ്ങൽ കണ്ടിട്ട് ഇവനെ ദേഹപരിശോധന നടത്തി പോലീസുകാർ. പരിശോധിച്ചപ്പോൾ മടിയിലിരിക്കുന്നു 4000 രൂപ. അവർ ഉറപ്പാക്കി എവിടുന്നോ ഒട്ടിച്ചോണ്ട് വന്ന കാശാണ്. ഇവനെ വിളിച്ചുകൊണ്ട് സ്റ്റേഷനിൽ കൊണ്ടിരുത്തി. ഇവനാകുന്ന കരഞ്ഞു പറയുന്നുണ്ട്, ഞാൻ ശിവഗിരിയിൽ നിന്ന് വന്നാണ്, കൊല്ലത്തുനിന്ന് മാറിയ കാശാണ്, ശിവഗിരിയിൽ എത്തിക്കേണ്ടതാണ്, സ്വാമിയാണ് പറഞ്ഞു വിട്ടതെന്ന്. അവർ വിടാൻ തയ്യാറായില്ല. ആ രാത്രി ഒരു വിധത്തിൽ അവിടെ കഴിച്ചു കൂട്ടേണ്ടി വന്ന് ഇവര് വിടാതെ വന്നപ്പോൾ എന്ന് ഭാർഗവൻ അനുസ്മരിക്കുന്നുണ്ട്. പക്ഷേ നേരം വെളുത്തപ്പോൾ ഒരു മയക്കത്തിൽ നിന്ന് പെട്ടെന്ന് ഞെട്ടി ഉണർന്നു നോക്കിയപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ ഇതാ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്നു. അത്ഭുതത്തോടെയാണ് ഭാർഗവൻ അത് പറയുന്നത്. എന്നിട്ട് ഭാർഗവനോടെ ചോദിച്ചു, എടാ നീ എന്തിനാണ് കള്ളം പറഞ്ഞത്? അതുകൊണ്ടല്ലേ നിനക്ക് ഈ ഗതി ഉണ്ടായത് എന്ന് പറഞ്ഞു. പോലീസ് സ്റ്റേഷനിലുള്ള പോലീസുകാരൊക്കെ സ്വാമിയെ കണ്ടു നമസ്കരിക്കുന്നു, ചിലർ കാലിൽ തൊട്ട് തൊഴുന്നു. ഇത് നമ്മുടെ കുട്ടിയാണ്,
അവന് പകച്ചു പോയത് കൊണ്ടായിരിക്കാം അങ്ങനെ 4000 രൂപ ഉള്ള കാര്യം പറയാതിരുന്നത്. അല്ലാതെ അവൻ മോഷ്ടാവല്ല. നമ്മോടൊപ്പം അവനെ പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞു. അവർക്ക് ഗുരുവിനോടൊപ്പം ഭാർഗവനെ പറഞ്ഞു വിട്ടു എന്ന് മാത്രമല്ല, ഗുരുവിനെയും ഭാർഗവനെയും കൂടെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ട്രെയിനിൽ കയറ്റി വിട്ടിട്ടാണ്, അല്ലാതെ ട്രെയിൻ വരുന്ന സമയത്ത് അവിടെ നിന്ന് കയറ്റി വിട്ടിട്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് അവർ തിരിച്ചു പോയതെന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു അനുഭവം ഭാർഗവൻ വൈദ്യർ ആ കാലഘട്ടത്തിൽ പറയുന്നുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ശിവഗിരിയിൽ നിന്നും പഠനം, അല്ലെങ്കിൽ ശിവഗിരിയിൽ പിന്നീട് താമസിക്കാൻ പറ്റാത്ത സ്ഥിതി വന്നപ്പം ആയുർവേദ കോളേജിൽ ചേരണം എന്ന് വിചാരിച്ചുകൊണ്ട് യാത്രയാവുകയാണ്. യാത്രയായപ്പോൾ ഉണ്ടായ 1-2 അനുഭവങ്ങൾ, ഹൃദയസ്പൃക്കായ അനുഭവം ഞാൻ ആ ഭാർഗവൻ വൈദ്യരുടെ തന്നെ വാചകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് വായിച്ചു തുടങ്ങാം എന്ന് ഞാൻ കരുതുകയാണ്. അതിങ്ങനെയാണ്: ഇതിനിടെ ഭാർഗവൻ ആയുർവേദ കോളേജിൽ ചേരേണ്ട സമയമായി. ശിവഗിരിയിൽ നിന്ന് യാത്ര പറയണം. ഗുരുവിന്റെ ഭൗതിക സാന്നിധ്യമില്ലാത്ത ശിവഗിരി ഭാർഗവന്റെ മാനസികാവസ്ഥകൾക്ക് അതീതമായിരുന്നു. എന്റെ 8ാം വയസ്സിൽ ഈശ്വരതുല്യനായ ഗുരു തന്നെ കൂട്ടിക്കൊണ്ടു വന്നതാണ്. 17 വർഷം തന്നെ ആ തണലിൽ, ആ പ്രഭാപൂരത്തിൽ ആമക്തനായി വളർന്നു. എന്നാൽ ഇന്നോ ആരൂരുമില്ലാത്തവൻ, ധൈര്യശാലിയായ ഭാർഗവൻ മാനസികമായി ഏറ്റവും തളർന്ന ജീവിതാവസരം തന്നെയായിരുന്നു. എന്തായാലും സന്യാസിയല്ലാത്ത താൻ ശിവഗിരിയിൽ നിന്ന് പോയേ മതിയാവൂ. അങ്ങനെ ഭാർഗവൻ വൈദ്യര് അവിടെ നിന്ന് ഇറങ്ങി രാത്രിയിൽ ട്രെയിനിൽ കയറി തിരുവനന്തപുരത്തിന് പോവുകയാണ്. അപ്പം വഴിക്ക് ഓർത്തു, വീട്ടിലിറങ്ങി അച്ഛനെയും അമ്മയും കണ്ട് അനുഗ്രഹം മേടിച്ചിട്ട് പോയാലോ. അങ്ങനെ ട്രെയിനിൽ കഴക്കൂട്ടത്തെത്തിയപ്പോൾ അവിടെ ഇറങ്ങി. കുറ്റാക്കുറ്റി ഇരുട്ട്. നാട്ടുവഴിയിലെ അരണ്ട വെളിച്ചത്തിലൂടെ ചിന്താഭാരത്തോടെ ഭാർഗവൻ നടന്ന് കുളത്തൂരിലെ വസതിയിലെത്തി. എല്ലാവരും നല്ല ഉറക്കം. ചാവടിയിലെ തട്ടുപടികളിലാണ് മാതാപിതാക്കൾ ഉറങ്ങിയിരുന്നത്. മെല്ലെ ശബ്ദമുണ്ടാക്കാതെ അകത്ത് കടന്നു. ജന്മഹേതുക്കളായ അച്ഛന്റെയും അമ്മയുടെയും പാദത്തിൽ തൊട്ട് നമസ്കരിച്ചു. പെട്ടെന്ന് എന്റെ കരസ്പർശമേറ്റിട്ട് ഉറക്കച്ചടവോടെ "പോ പട്ടി" എന്നവർ പതുക്കെ പറഞ്ഞു. അവരൊരുപക്ഷെ കാലിൽ വന്ന് തൊട്ടത് പട്ടിയായിരിക്കും എന്നോർത്തായിരിക്കും പറഞ്ഞത്. പക്ഷേ എനിക്കത് വലിയ മനസ്തോപം ഉണ്ടാക്കി. കലുഷിതമായ മനസ്സിൽ എരുതിയിൽ എണ്ണ പോലെയായിരുന്നു എനിക്ക് ആ വാക്കുകൾ. ഭാർഗവന്റെ എല്ലാ ആത്മവിശ്വാസവും തകർന്നു. എന്റെ ഗുരുവും മാതാപിതാക്കളും ഒക്കെ നഷ്ടപ്പെട്ട് താൻ ആരോരുമില്ലാത്തവനായി എന്ന തോന്നൽ അതിശക്തമായി. എന്തോ ചിന്തിച്ചുറച്ച പോലെ ഭാർഗവൻ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു. അടുത്ത വണ്ടിക്കുള്ള സമയമായോ. റെയിൽപാളത്തിൽ ശിരസ് ചേർത്ത് ഭാർഗവൻ ദൃഢമായ തീരുമാനത്തോടെ കിടന്നു. ഇനി ഈ ലോകത്ത് നിന്നിട്ട് കാര്യമില്ല എന്ന് ധീരനെങ്കിലും ഭാർഗവൻ ഒരു വേള ചഞ്ചല ചിത്തനായി. ദൂരെ തീവണ്ടിയുടെ ശബ്ദം അടുത്തടുത്ത് വരുന്നു. തീവണ്ടി എന്റെ ശിരസിലൂടെ കയറിയിറങ്ങി പോകുന്നതിന് നിമിഷങ്ങൾ അവശേഷിക്കുമ്പോൾ ഭൃഗൂ എന്ന ഉച്ചത്തിലുള്ള വിളി കേട്ട് ഞാൻ ഞെട്ടി ഉണർന്നു. പിന്നീട് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. താൻ സ്റ്റേഷന്റെ സമീപത്തുള്ള കമ്മ്യൂണിസ്റ്റ് പച്ചകൾക്കിടയിൽ കിടക്കുന്നതാണ് ഞാൻ അറിയുന്നത്. ആരോ തന്നെ ശക്തമായി പൊക്കിയെടുത്തെറിഞ്ഞ പോലെ. ആരാണത്? എന്റെ ഗുരു തന്നെ. അന്തരാത്മാവ് അത് തൊട്ടറിഞ്ഞു. ഗുരുദേവനെ ഞാൻ പ്രാർത്ഥിച്ചു. ഈ ഹൃദയസ്പൃക്കായ വിവരണം ഭാർഗവൻ വൈദ്യർ എഴുതിയിട്ടുള്ളതാണ്. ട്രെയിനിന് തലവെച്ച് മരിക്കാൻ പോയി ഭാർഗവൻ വൈദ്യർ. പക്ഷെ ഗുരുദേവൻ അവിടെ അശരീരിയായി. സമാധിക്ക് ശേഷമാണ് സംഭവിച്ചത്. പ്രത്യക്ഷപ്പെടുന്നു ഗുരുദേവൻ. ഭാർഗവനെ എടുത്ത് അവിടെ നിന്ന് തൊട്ടടുത്ത കമ്മ്യൂണിസ്റ്റ് പള്ളകളിലേക്ക് എറിയുന്നു. അങ്ങനെ ട്രെയിൻ കയറി മരിക്കാതെ രക്ഷപ്പെടുന്നു. പിന്നെ അങ്ങോട്ട് ഒരിക്കലും ഭാർഗവന് പിൻവിളികളില്ല. എല്ലാം കാൽവയ്പ്പുകളും മുന്നോട്ട് മാത്രം. തിരുവനന്തപുരത്ത് ആയുർവേദ കോളേജിൽ ചെന്നു. പ്രിൻസിപ്പൽ ഗോപാലപിള്ള സാറിന്റെ വീട്ടിലെത്തി. സാറേ, പഠിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ പണമില്ല. അത് ശ്രദ്ധിച്ചു കേട്ട ഗുരുഭക്തൻ കൂടിയായിരുന്ന അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട്? ഞാൻ പണമുണ്ടാക്കി തരാം. നിങ്ങൾ വിഷമിക്കാതിരിക്കൂ. 10 ദിവസം കൂടി കഴിഞ്ഞാൽ സ്കോളർഷിപ്പ് പരീക്ഷയാണ്. അതിൽ തീർച്ചയായും നിങ്ങൾ വിജയിക്കും എന്നാണ്. അങ്ങനെ സ്കോളർഷിപ്പ് പരീക്ഷ നേടിയത് കൊണ്ടാണ് ഭാർഗവന് ആയുർവേദ കോളേജിൽ പഠിക്കാനും ഒന്നാമനായി പഠനം പൂർത്തിയാക്കാനും കഴിഞ്ഞത്. അവിടെ പഠിക്കുമ്പോഴുണ്ടായ ചില അനുഭവങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. അന്ന് കോളേജിൽ പഠിക്കുമ്പോൾ സ്കോളർഷിപ്പ് മാത്രമാണ് വരുമാനം. വീട്ടിൽ നിന്നൊരു പൈസയും കിട്ടാൻ നിവൃത്തിയില്ല. ആകെ താമസ സൗകര്യത്തിനായി സഹപാഠികളായ ചില കുട്ടികൾക്ക്
ആഹാരം പാകം ചെയ്ത് കൊടുത്താണ് അവരോടൊപ്പം കഴിയുന്നത്. കാരണം അവിടെ വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവരുടെ വേലക്കാരനെ പോലെ ആഹാരം പാചകം ചെയ്ത് കൊടുക്കുമ്പോൾ അവർ സൗജന്യമായി അവിടെ താമസിപ്പിക്കും. രാത്രിയിൽ സഹപാഠികളായ കുട്ടികൾ ഹരിക്കേൻ ലാമ്പിന്റെ സഹായത്തോടെയാണ് പഠിച്ചിരുന്നത്. കാരണം വൈദ്യുതി ഇല്ല അവിടെ. വീട്ടുജോലികൾ ഉള്ളതിനാൽ അതിനുശേഷം പഠിക്കാൻ വൈദ്യർ ആശ്രയിച്ചിരുന്നത് പലപ്പോഴും തെരുവ് വിളക്കിന്റെ പ്രകാശത്തെയാണ്. തെരുവ് വിളക്കിന്റെ വെളിച്ചത്തിൽ പോയിരുന്നാണ് പഠിക്കുന്നത്. എല്ലാ പാഠഭാഗങ്ങളും അന്നന്ന് ഹൃദിസ്ഥമാക്കിയിട്ട് ഉറങ്ങുമായിരുന്നുള്ളൂ. വൈദ്യ കലാനിധിക്ക് ആദ്യത്തെ കോഴ്സ് അതാണ്, ഡിഗ്രി ലെവലിലുള്ളത്. ആദ്യത്തെ 4 വർഷങ്ങളിലും ഒന്നാമനായി തന്നെ ജയിച്ചു. എന്നാൽ ഫൈനൽ പരീക്ഷ വന്നപ്പോൾ ഒരു പാഠഭാഗം, അതായത് പഠിക്കാനായിട്ട് ഫാർമക്കോളജി എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ഭാഗം, മരുന്നുകളുടെ ഉപയോഗത്തെ സംബന്ധിക്കുന്നതാണ് ഫാർമക്കോളജി. ആ പുസ്തകം പഠിക്കേണ്ടി വരില്ല, അതിന് സാധാരണ അങ്ങനെ ചോദ്യം ചോദിക്കാറില്ല എന്ന് പറഞ്ഞ് അത് പഠിക്കാതെ മാറ്റിവെച്ചു. സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാത്ത പാഠഭാഗം. പിറ്റേ ദിവസം പരീക്ഷയാണ്. രാത്രി വൈദ്യൻ ഉറങ്ങാൻ കിടന്നു. മയക്കത്തിലേക്ക് വഴുതി വീണപ്പോൾ, ഭൃഗു നീ എഴുന്നേറ്റ് ആ പുസ്തകം എടുത്ത് വായിക്ക്, ഭൃഗു നീ എഴുന്നേറ്റ് ആ പുസ്തകം എടുത്ത് വായിക്ക് എന്ന് ഈ ഭാർഗവൻ വൈദ്യരുടെ കാതിൽ മുഴങ്ങുകയാണ്. ഏതായാലും 2-3 പ്രാവശ്യം ഇത് കേട്ടപ്പോൾ പാതി മയക്കത്തിൽ നിന്നും വീണ്ടും ആദ്യ മയക്കത്തിൽ നിന്ന് വീണ്ടും ഉറക്കത്തിലേക്ക് കടക്കുമ്പോൾ വീണ്ടും തട്ടി ഉണർത്തപ്പെടുന്നത് പോലെ ഒരു തോന്നൽ. ഭൃഗു എഴുന്നേറ്റ് വായിക്കാൻ പുസ്തകം തപ്പി. പുസ്തകം അവിടെ ഇല്ല, കാരണം പുസ്തകം വാങ്ങിച്ചിരുന്നില്ല. ഉടനെ നടന്ന് ലൈബ്രറിയിലെത്തി. ലൈബ്രറിയൻ അല്ലെങ്കിൽ അതിന്റെ വാച്ച്മാൻ ഉൾപ്പെടെ ഉള്ളവർ കടന്നിരുന്ന സ്ഥലങ്ങളിൽ ചെന്ന് അവരെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. നേരം വിളിക്കുന്നത് വരെ ലൈബ്രറിയിലിരുന്ന് ആ പുസ്തകം വായിച്ചു പഠിച്ചു. എന്നിട്ട് അവിടെ നിന്ന് വന്നാണ് കുളിച്ച് ഡ്രസ്സ് മാറി പരീക്ഷാ ഹാളിലേക്ക് പോയത്. പരീക്ഷാ ഹാളിലെത്തി ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ അതേ പുസ്തകത്തിൽ നിന്ന് കൂടുതൽ മാർക്കിനുള്ള 2 ചോദ്യങ്ങൾ. അതിലൊക്കെ രസം, ആ 2 ചോദ്യങ്ങളും കമ്പൽസറി ആയിട്ട് എഴുതണം, ചോയ്സ് ഉണ്ടായിരുന്നില്ല. ഞാനത് നന്നായി എഴുതി. അങ്ങനെ ആയുർവേദത്തിൽ ഫൈനൽ പരീക്ഷയിൽ വൈദ്യകലാനിധിയിൽ തിരുവനന്തപുരം ആയുർവേദ കോളേജിൽ നിന്ന് 1ാം റാങ്കുകാരനായി ഞാൻ ജയിച്ചു. ഭാർഗവൻ വൈദ്യർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതാണ്. ഗുരുവിന്റെ അനുഗ്രഹമല്ലാതെ മറ്റെന്താണ് ഇത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അത് സാധിച്ചതെന്ന് നമുക്ക് വിശ്വസിക്കാതെ നിവൃത്തിയില്ല. അതുപോലെ തന്നെ മഹാസമാധിയെ കുറിച്ച് ഭാർഗവൻ വൈദ്യർ രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട്. മഹാസമാധിയുടെ ഒരു ദൃക്സാക്ഷിയാണ് യഥാർത്ഥത്തിൽ ഭാർഗവൻ വൈദ്യർ എന്ന് നമുക്ക് പറയാതെ നിവൃത്തിയില്ല. കാരണം ആ കാലഘട്ടത്തിൽ നമ്മളിപ്പം വായിച്ച് പഠിച്ചിരിക്കുന്നൊക്കെ പലതും മഹാസമാധിയെ കുറിച്ചുള്ള വർണ്ണനകൾ പലരും എഴുതിയിരിക്കുന്നതൊന്നും അത്ര കൃത്യമായി ആയിരിക്കുകയില്ല. പക്ഷെ ഭാർഗവൻ വൈദ്യർ നേരിട്ട് കണ്ടയാളെന്നുള്ള നിലയിൽ യഥാർത്ഥത്തിൽ അവിടെ നടന്ന കാര്യങ്ങളായിരിക്കും രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് വിശ്വസിക്കാം. അതിങ്ങനെയാണ് തുടങ്ങുന്നത്. ശ്രീനാരായണ ഗുരുദേവന്റെ മഹാസമാധി മലയാള വർഷം 1104 കന്നിമാസം 5-ാം തീയതിയാണ്. 5-ാം തീയതി 3:30 മണിക്കാണ്. അസുഖമായി ചികിത്സയിൽ ഏർപ്പെട്ട് ശിവഗിരി സത്രത്തിൽ വിശ്രമിക്കുകയായിരുന്നു ഗുരുദേവൻ. സത്രത്തിൽ നിന്ന് 9 ദിവസം മുമ്പാണ് ഗുരുദേവൻ ശിവഗിരിയിലേക്ക് മടങ്ങിയത്. ശിവഗിരിയിലെത്തിയ ഉടനെ ഗുരുവിന് പോകാൻ സമയമായി, വ്യാഴഹോര കൊള്ളാമെന്ന് ഗുരു തന്നെ കൽപ്പിച്ചു. ഈ കൽപ്പന അനുസരിച്ചാണ് ശിവഗിരിക്കുന്നിന്റെ നെറുകയിൽ സമാധിക്ക് വേണ്ട ഒരുക്കങ്ങൾ ചെയ്തത്. വ്യാഴഹോരയ്ക്ക് സമാധി ആവുകയും ചെയ്തു. സ്വാമികളുടെ കൽപ്പന പ്രകാരം സാധുക്കൾക്ക് അന്നദാനം നടത്തി വരികയായിരുന്നു. ശിവഗിരിയിലെ സന്യാസി ശിഷ്യന്മാർ അന്നദാന പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിരുന്നു. സമാധി സമയത്ത് ശ്രീ അച്യുതാനന്ദ സ്വാമികളും മമ്പലം ശ്രീ വിദ്യാനന്ദ സ്വാമികളും ഞാനും സമീപത്തുണ്ടായിരുന്നു. ഗുരുദേവന്റെ കാറിന്റെ ഡ്രൈവർ നന്ദൻകോട്ട് ജനാർദ്ദൻ മുറിക്ക് വെളിയിൽ നിന്നിരുന്നു. ഗുരുദേവൻ അവസാനിക്കാറായി. വായന നടക്കുന്നതിനിടയിൽ ഗുരുദേവൻ നമുക്കിന്ന് നല്ല സുഖം തോന്നുന്നു എന്ന് കൽപ്പിച്ചു. ശ്രീ അച്യുതാനന്ദ സ്വാമികളും ഞാനും കട്ടിലിനടുത്തുണ്ടായിരുന്നു. ഗുരുദേവൻ പെട്ടെന്ന് എണീറ്റ് പത്മാസനത്തിലിരുന്ന് ദൃഷ്ടികൾ അല്പനേരം അടച്ച് തുറന്നു. കണ്ണുകൾ മേൽപോട്ടുയർത്തി ഒരു ദീർഘമായ പ്രാണായാമ ശ്വാസം വലിച്ചു. ശരീരം പെട്ടെന്ന് ഒന്ന് വിറച്ച് നിശ്ചലമായി തീർന്നു. ആ തേജസ് മേൽപോട്ടുയർന്നു. എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ വാവിട്ട് നിലവിളിച്ചു. അച്യുതാനന്ദ സ്വാമികൾ എന്നെ ശാസിച്ചു. ഇതാണ് സമാധിയുടെ
ആ സന്ദർഭത്തെ പറ്റി ഈ നമ്മുടെ ഭാർഗവൻ വൈദ്യർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു വിവരണം. അദ്ദേഹം പിന്നീടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഞാനതെല്ലാം വിട്ടുകളയുകയാണ് സമയത്തിന്റെ പരിമിതി കൊണ്ട്. സമാധി കഴിഞ്ഞ് ജനലക്ഷങ്ങൾ അവിടേക്ക് തങ്ങിക്കൂടിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം വർണ്ണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നീട് പറയുന്നത് വൈക്കം സത്യാഗ്രഹത്തെ സംബന്ധിക്കുന്ന നമുക്കൊരു പക്ഷേ അത്ര പരിചയമില്ലാത്ത ഒരു കാര്യം, ഞാനത് വായിച്ചിട്ടുണ്ട്, അത് ശരിയാണോ ഇല്ലയോ എന്ന് ഇപ്പോഴും നമുക്ക് നിജപ്പെടുത്താൻ കഴിയാത്തതാണെങ്കിലും ഭാർഗവൻ വൈദ്യർ അതിനെ സാക്ഷ്യപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. വൈക്കം സത്യാഗ്രഹ കാലത്ത് നടന്ന ഒരു സംഭവം കൂടി എഴുതാം. വൈക്കത്തെ റോഡിൽ കൂടി ഈഴവരാതി അവശ്യ സമുദായങ്ങൾക്ക് നടക്കാൻ പാടില്ല. ശ്രീനാരായണ ഗുരുദേവൻ ഏറ്റുമാനിൽ നിന്നും വൈക്കം വഴി വന്നു. ബോട്ട് മാർഗം വേമ്പനാട്ട് കായൽ കടന്ന് ചേർത്തല പോകുവാൻ നിശ്ചയിച്ചു. യാത്ര തിരിച്ച് വൈക്കത്ത് എന്നു ക്ഷേത്രത്തിന് വടക്കുവശത്തുള്ള റോഡ് വഴി പടിഞ്ഞാറ് വശത്തുള്ള ബോട്ട് ചെട്ടിയിൽ എത്തണം. ക്ഷേത്രത്തിന്റെ വടക്കേ മൂലയിൽ ഈഴവരാതി സമുദായങ്ങൾ ഇതുവഴി നടക്കാൻ പാടില്ല എന്ന് എഴുതിയ തീണ്ടൽ പലക നിർത്തിയിട്ടുണ്ട്. സ്വാമികൾ മുക്കിൽ നിന്നും ഉള്ള വരമ്പ് വഴി ചെളി ചവിട്ടി, ഇപ്പോൾ അവിടെ റോഡാണ്, അന്ന് അവിടെ റോഡ് ഉണ്ടായിരുന്നില്ല, ബോട്ട് കടവിലെത്തി ബോട്ട് ചേർത്തലേക്ക് പോയി. അതുവഴി സഞ്ചരിച്ച് ശിവഗിരി മടങ്ങിയെത്തി. അന്ന് ടി കെ മാധവൻ തിരുവനന്തപുരത്ത് കുന്നുകുഴിയിൽ വരമ്പകച്ചേരി വക സത്രത്തിൽ താമസിക്കുകയായിരുന്നു. വിവരമറിഞ്ഞ ടി കെ മാധവൻ ഗുരുദേവനെ സന്ദർശിച്ചു. ഈ സംഭവത്തിൽ പ്രതിഷേധിക്കണമെന്ന് സങ്കടം പറഞ്ഞു. ബന്ദിങ്ങയായിട്ട് ക്രിസ്ത്യാനിയായാൽ വഴി നടക്കാം, തൊപ്പിയിട്ട് മുസ്ലിം ആയാലും വഴി നടക്കാം, അധസ്ഥിത ഹിന്ദു ആയാൽ നടന്നുകൂടാ. ഈ മനോഭാവത്തെ എതിർക്കാതെ നിവൃത്തിയില്ല. ഈ നിവേദനം ശ്രമിച്ച ഗുരുദേവൻ പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ മറുപടി പറഞ്ഞു: തോല് ചെണ്ടയിലായാൽ അമ്പലത്തിനകത്ത് പോകാം, ചെരുപ്പായാലോ പറ്റില്ലല്ലോ. ഇതായിരുന്നു ഗുരുദേവന്റെ മറുപടി. പക്ഷേ ഇത് ടി കെ മാധവനിൽ ഉണ്ടാക്കിയ പ്രതികരണമാണ് വൈക്കം സത്യാഗ്രഹം നടത്താൻ ടി കെ മാധവനെ പ്രേരിപ്പിച്ചത് എന്നാണ് ഈ ചരിത്ര സംഭവത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന പാഠം. പലരും കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ നടത്തി മഹാത്മാഗാന്ധി വന്നു എന്നൊക്കെ പറയുമ്പോഴും അതിന് ടി കെ മാധവനെ പ്രേരിപ്പിച്ച കാര്യങ്ങൾ ഇതായിരുന്നു എന്ന് പലപ്പോഴും പറയാതെ പോകുന്നുണ്ട്. പക്ഷെ ഇതായിരുന്നു സംഭവം എന്ന് വേലായുധൻ വൈദ്യർ ഭാർഗവൻ വൈദ്യർ സാക്ഷ്യപ്പെടുത്തുന്നു. നമുക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. എങ്കിലും ഞാൻ ഒരു പുതിയ അനുഭവമായിരിക്കും ഇതിൽ ചിലർക്കെങ്കിലും എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് നിങ്ങളോട് ഇപ്പോൾ പങ്കുവെച്ചത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഗുരുദേവന്റെ കുടുംബ പശ്ചാത്തലം വൈദ്യര് ഇതിൽ സൂചിപ്പിക്കുന്നതാണ്. കുടുംബ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതിൽ നിന്ന് അല്പം കൂടി വ്യത്യസ്തമായ രീതിയിലായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതിങ്ങനെയാണ്: സ്വാമികൾ ജനിച്ചത് വയലുവാരത്താണെങ്കിലും കുടുംബം വയലുവാരമല്ല. കണ്ടോ, അതാണ് പറയുന്നത്. മണക്കൽ ക്ഷേത്രത്തിന് പടിഞ്ഞാറ് വശത്തുള്ള ഇലഞ്ഞിക്കൽ വീടാണ് സ്വാമിയുടെ തറവാട്. വയലുവാരം മണക്കൽ തറവാട്ടുകാരുടേതാണ്. വയലുവാരം ഇലഞ്ഞിക്കൽ തറവാട്ടുകാർക്ക് ഒറ്റിയായിരുന്നു. സ്വാമിയുടെ വന്ധ്യപിതാവ് വയലുവാരത്തായിരുന്നു താമസം. മാതാവായ കുട്ടിയമ്മയ്ക്ക് കൊച്ചുകൃഷ്ണൻ വൈദ്യനെന്നും കൊച്ചുരാമൻ വൈദ്യനെന്നും 2 സഹോദരന്മാരുണ്ട്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ. അതിൽ കൊച്ചുകൃഷ്ണൻ വൈദ്യർ പാണ്ഡിത്യം കൊണ്ടും ചികിത്സാ പാഠവും കൊണ്ടും കൂടുതൽ പ്രസിദ്ധനായിരുന്നു. അദ്ദേഹം ഇലഞ്ഞിക്കൽ വീട്ടിൽ നിന്നും മണക്കൽ ക്ഷേത്രത്തിന് കിഴക്കേയുള്ള വീട്ടിൽ താമസിച്ചു. കളരി കെട്ടി നായന്മാരെയും ഈഴവരെയും സംസ്കൃതം, വൈദ്യം, ജ്യോതിഷം മുതലായ പഠിപ്പിച്ചിരുന്നു. കൊച്ചുരാമൻ വൈദ്യൻ ഇലഞ്ഞിക്കലുമായിരുന്നു. അതുകൊണ്ടാണ് സഹോദരി കുട്ടിയമ്മ ഇലഞ്ഞിക്കലിൽ നിന്നും വയലുവാരത്ത് താമസമാക്കിയത്. വയലുവാരം മണക്കൽ വീട്ടുകാർ ഒറ്റി ഒഴിപ്പിച്ചെടുത്തു. അന്ന് സ്വാമികളുടെ 3 സഹോദരിമാരും അവിടെ താമസമാക്കിയിരുന്നു. മണക്കൽ തറവാട്ടിലെ കാരണവർ ഈച്ചു വൈദ്യനെ ഒറ്റി ഒഴിപ്പിച്ചതിന് ശേഷം പല അസുഖങ്ങൾ സംഭവിച്ചതായും ഒറ്റി തിരികെ വാങ്ങിക്കൊടുക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം സന്യാസി സംഘത്തിൽ നിന്ന് ഒറ്റി ജന്മം വാങ്ങി സ്വാമികളുടെ ജന്മഗൃഹം ആരാധനയ്ക്ക് സൗകര്യമാക്കി സൂക്ഷിച്ചു വരികയാണ്. ഇതാണ് ആ മണക്കൽ അല്ലെങ്കിൽ വയൽവാരം വീടും ഗുരുദേവൻ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് ഉണ്ടായത് എന്നതിനെ കുറിച്ചുള്ള ഒരു സംക്ഷിപ്തമായ സാക്ഷി വിവരണം ഇദ്ദേഹം നടത്തുന്നതാണ്. അതുപോലെ തന്നെ ഏറത്ത് കൃഷ്ണനാശാൻ എന്ന ഒരാളിനെ സംബന്ധിച്ച ഒരു വിവരണം നൽകുന്നുണ്ട്. അത് വളരെ രസമാണ്. ഈ ഏറത്ത് കൃഷ്ണനാശാന്റെ പ്രത്യേകത, അദ്ദേഹം അതിതീവ്ര ഹിന്ദുത്വവാദമുള്ള ആളായിരുന്നു. ക്രിസ്തുമത ഇസ്ലാമതം എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന് കലി കയറും. അവരെ എല്ലാം ഫൽസിക്കും, അവരെ എല്ലാം കളിയാക്കും, പരിഹസിക്കും. പാണ്ഡിത്യമുള്ള ആളാണ്, പണ്ഡിതനാണ് അദ്ദേഹം. എന്നിട്ട് ഗുരുദേവന്റെ അടുക്ക് വന്ന് ഇത് തന്നെ ഗുരുവിനോട് പറയുകയും ഗുരു മന്ദസ്മിതത്തോടെ ഏർത്ത് കൃഷ്ണനാശാനെ സ്വീകരിക്കും.
അങ്ങനെ കൃഷ്ണനാശാൻ ഇത് ഇങ്ങനെ ഗുരുദേവനെ അല്ലെങ്കിൽ എല്ലാ മതങ്ങളെ സ്നേഹിക്കണം, എല്ലാ മതങ്ങളും സഹിഷ്ണുത കാണിക്കണം തുടങ്ങിയ അഭിപ്രായങ്ങളോട് കൃഷ്ണനാശാന് യോജിപ്പില്ല. കാരണം ക്രിസ്തുമതം ഇസ്ലാം മതമൊന്നും ഉള്ളില്ലാത്തതാണ്. അതുകൊണ്ട് അവരോടൊന്നും ഒരു സഹിഷ്ണുത കാണിക്കേണ്ട കാര്യമില്ല എന്ന് ഗുരുദേവനോട് പറയും. അപ്പോൾ ഗുരുദേവൻ അത് ചിരിച്ചു തള്ളും. ഒരിക്കൽ കൃഷ്ണനാശാൻ ശിവഗിരിയിൽ നിന്ന് ഗുരുദേവനെ കാണാനായിട്ട് വന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ഗുരുദേവനെ കണ്ട് കാലത്തൊട്ട് തൊഴുകയും അതുമായി ബന്ധപ്പെട്ട് ഗുരുവിന്റെ ദർശനത്തെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യും. ക്രിസ്തുമതത്തെ ആക്ഷേപിച്ച് ക്രിസ്തുമതത്തെ കുറിച്ച് ഒരു പുസ്തകം എഴുതി ഈ ഏറത്ത് കൃഷ്ണനാശാൻ. ആകപ്പാടെ വലിയ ബഹളമായി നാട്ടിൽ. ആ അവസരത്തിലാണ് കൃഷ്ണനാശാൻ ഗുരുദേവനെ വന്ദിക്കാൻ ശിവഗിരിയിലെത്തിയത്. ഗുരുദേവൻ ശിവഗിരിയിലെ പർണശാലയിൽ വിശ്രമിക്കുന്നു. ആശാൻ ഗുരുദേവനെ വന്ദിച്ച് വിനയാന്വിതനായി സമീപത്ത് നിന്നു. സ്വാമികൾ: ഓ, നിനക്കിപ്പോൾ വലിയ ജോലി ഉണ്ടല്ലോ. ക്രിസ്തുമത ധ്വംസനം, ഇങ്ങനെ ഒരു പരിഹാസ രൂപത്തിൽ പറയുന്നു. ക്രിസ്തുമത ധ്വംസനം. കൃഷ്ണനാശാൻ ഒന്നും മറുപടി പറഞ്ഞില്ല. കാരണം ഈ പുസ്തകം എഴുതിയിട്ട് ക്രിസ്ത്യാനികളും മറ്റുള്ളവരെല്ലാം കൃഷ്ണനാശാനെ കാണുമ്പോഴത്തേക്ക് വിളിക്കുന്നു, പത്രത്തിൽ ചീത്ത എഴുതുന്നു, അങ്ങനെ എല്ലാം ആകെ വിഷമിച്ചിട്ട് ഗുരുവിന്റെ ഇടയ്ക്ക് സങ്കടം ഉണർത്തിക്കാൻ വന്ന. അപ്പോഴാണ് ഗുരുദേവൻ ഈ പറയുന്നത്, നിനക്കിപ്പോൾ വലിയ ജോലി ഉണ്ടല്ലോ, ക്രിസ്തുമത ധ്വംസനം. അപ്പൊ മറുപടി ഒന്നും പറഞ്ഞില്ല. കുറെ നേരം ഗുരുദേവൻ ചിന്താകുലനായി ഇരുന്നിട്ട്, നമുക്ക് മതവിദ്വേഷം ഹിതമല്ല കൃഷ്ണ, മതസഹിഷ്ണുതയാണ് വേണ്ടത്. മനുഷ്യരെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കരുത്. മതം മനുഷ്യന് വേണ്ടിയാണ്. മനുഷ്യർ മതത്തിന്റെ പേരിൽ കലഹിക്കരുത്. അത് ശരിയല്ല. ഇത് കേട്ട ആശാൻ മതപരിവർത്തന പ്രവർത്തികൾ കാണുമ്പോൾ സഹിക്കുന്നില്ല സ്വാമി എന്ന് സങ്കടത്തോടെ വിനയപൂർവ്വം ഗുരുദേവനോട് പറഞ്ഞു. ഗുരുദേവൻ പുഞ്ചിരിച്ചുകൊണ്ട് ശാന്തസുന്ദരമായ ശബ്ദത്തിൽ ഇങ്ങനെ കൽപ്പിച്ചു: കൃഷ്ണ, ക്രിസ്തു ലോക നന്മയ്ക്കായി പല സാരോപദേശങ്ങളും നൽകി. അതൊരിക്കലും വ്യർത്ഥമാവുകയില്ല. അതുപോലെ മറ്റു പല മതതത്വങ്ങളും വ്യർത്ഥമാവുകയില്ല. സംഘടിത മതപ്രവർത്തനങ്ങൾ കാലാന്തരത്തിൽ എല്ലാ മതതത്വങ്ങളും ഏകമാണെന്ന് അറിയുമ്പോൾ തന്നെ നിന്നുകൊള്ളും. അതുകൊണ്ട് വിദ്വേഷം അരുത്. അതുകൊണ്ട് മേലാൽ മതവിദ്വേഷ പ്രസംഗങ്ങളോ ഗ്രന്ഥരചനകളോ ചെയ്യുവാൻ പാടില്ല. ഗുരുവിന്റെ ഈ കൽപ്പന കേട്ടതിന് ശേഷം ഈ കൃഷ്ണനാശാനിൽ ഒരു വലിയ പരിവർത്തനം ഉണ്ടായി എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത്. കൃഷ്ണനാശാൻ പിന്നീട് ക്രിസ്തുമതത്തെ പരിഹസിക്കുന്ന, ഇസ്ലാം മതത്തെ ആക്ഷേപിക്കുന്ന യാതൊരു തരത്തിലുള്ള പ്രസംഗങ്ങളോ ഗ്രന്ഥരചനകളോ നടത്തിയിട്ടില്ല എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെ കൃഷ്ണനാശാന്, ഏറത്ത് കൃഷ്ണനാശാന് എന്താ പറയുന്ന മാനസിക പരിവർത്തനം വരുത്താൻ ഗുരുവിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ശ്രിതാനാം ശുദ്ധികേതവേ എന്ന് നമ്മൾ പഠിക്കുന്നത്. ശ്രിതാനാം ശുദ്ധികേതവേ എന്ന് ശിവലിംഗസ്വാമി എഴുതി വെച്ചാണ്. അങ്ങനെ കൃഷ്ണനാശാൻ പോലും ശ്രീനാരായണ ഗുരുദേവന്റെ സാന്നിധ്യം കൊണ്ട്, ആ ശ്രീനാരായണ ഗുരുദേവനെ ആശ്രയിച്ചതോടെ ശുദ്ധീകരിക്കപ്പെട്ട ഒരു മനസ്സിന്റെ ഉടമയാണ് എന്ന് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ ഭാഗം വായിച്ചത്. അതുപോലെ തന്നെ കാശിസിദ്ധൻ എന്നൊരാളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഇദ്ദേഹം ശ്രീനാരായണ ഗുരുദേവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ വൈദ്യര് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്കൊന്ന് വായിക്കാം. ശ്രീ കാശിസിദ്ധൻ മഹാവേദാന്തിയും സംസ്കൃത പണ്ഡിതനും ഋഷിയുമാണ്. അദ്ദേഹത്തിന് വേദാന്ത വിഷയവുമായി ചില കാര്യങ്ങൾ മനസ്സിലാക്കി സംശയ നിവാരണത്തിന് വേണ്ടി തിരുവണ്ണാമലയിൽ ശ്രീ രമണ മഹർഷിയെ ചെന്ന് കണ്ടു. തന്റെ ആഗമന ഉദ്ദേശം അറിയിച്ചു. ശ്രീനാരായണ ഗുരുവും ശ്രീ രമണ മഹർഷിയും തമ്മിൽ സന്ദർശനം നടത്തി കുറച്ചു കാലങ്ങൾക്ക് ശേഷമാണ് ശ്രീ കാശിസിദ്ധൻ മഹർഷിയെ സന്ദർശിച്ചത്. കാശിസിദ്ധനെ മഹർഷി ആദരിച്ചു, സൽക്കരിച്ചു. മലയാളത്തിൽ എന്നിട്ട് പറഞ്ഞു, മലയാളത്തിൽ ശ്രീനാരായണ പരമഹംസൻ എന്ന ഒരു മഹാത്മാവുണ്ട്. യഥാർത്ഥ ജ്ഞാനിയും അവതാര പുരുഷനുമാണ്. വളരെ കാലം കൂടുമ്പോൾ മാത്രമേ ഇത്തരം മഹാത്മാക്കൾ അവതീർണരാകാറുള്ളൂ. ലോക നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ അദ്ദേഹത്തെ സന്ദർശിച്ച് സംശയങ്ങൾക്ക് നിവൃത്തി വരുത്തുക. നമ്മുടെ എല്ലാ ആശീർവാദങ്ങളും നിങ്ങൾക്കൊപ്പം ഉണ്ടാവും എന്നുള്ള മഹർഷിയുടെ കൽപ്പന മാനിച്ച് ശ്രീ കാശിസിദ്ധൻ മലയാളത്തിൽ വന്നു, അഥവാ കേരളത്തിൽ വന്നു. ഗുരുവിനെ പറ്റി അന്വേഷണം നടത്തി. ഗുരുദേവന്റെ പ്രധാന കേന്ദ്രം വർക്കല ശിവഗിരിയാണെന്നും അദ്ദേഹം അറിഞ്ഞു. ശിവഗിരിയിലെത്തി. ഈ മഹാത്മാവിനെ ആരും അറിഞ്ഞില്ല. അതായത് കാശിസിദ്ധനെ ശിവഗിരിയുള്ള ആരും മനസ്സിലാക്കിയില്ല. അദ്ദേഹം ശാരദാമഠവും ശാരദാദേവി പ്രതിഷ്ഠയും ശിവഗിരിക്കുന്നു എല്ലാം ചുറ്റി നടന്ന് കണ്ടു. അത്ഭുത പരതന്ത്രനായ ഗുരുവിനെ അന്വേഷിച്ചു. ശിവഗിരിയിലില്ല. ആലുവയിൽ പോയിരിക്കുന്നു. അന്വേഷിച്ചലഞ്ഞ് ആലുവ അദ്വൈതാശ്രമത്തിലെത്തി.
ആശ്രമവും പരിസരവും പെരിയാറ് തീരങ്ങളും കണ്ടു. സംതൃപ്തനായെങ്കിലും ഗുരുദേവനെ കാണായികയാൽ ദുഃഖിതനായി. ശിവഗിരിയിൽ ഗുരുദേവൻ മടങ്ങിപ്പോയെന്നറിഞ്ഞു. വീണ്ടും ശിവഗിരിയിലെത്തി. അരുവിപ്പുറത്ത് പോയിരിക്കുന്നു എന്നാണ് ഈ പ്രാവശ്യം അറിഞ്ഞത്. ജ്ഞാനതൃഷ്ണയാർന്ന ശ്രീ സിദ്ധൻ വല്ലാതെ വിഷമിച്ചു. അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് തിരിച്ചു. അരുവിപ്പുറം നെയ്യാറ്റിൻകര ഉൾപ്രദേശമാണ് എന്ന് ജനങ്ങളിൽ നിന്നും മനസ്സിലാക്കി. ഞാൻ യഥാർത്ഥ ഗുരുവിനെ കാണാൻ ശ്രമിച്ചു, സാധിക്കുന്നില്ല. ഇനി എന്താണ് മാർഗം? അദ്ദേഹം ചിന്തിച്ച് ഒരു തീരുമാനത്തിലെത്തി. ഒന്നുകിൽ ഗുരുദേവനെ കാണുക, അല്ലെങ്കിൽ ഈ ശരീരം വെടിയുക. ഈ വിചാരത്തോടു കൂടി തിരുവനന്തപുരം ശംഖുമുഖം ദേവീക്ഷേത്രത്തിനടുത്തുള്ള കൽമണ്ഡപത്തിൽ, ഇന്ന് ആ മണ്ഡപമില്ല, ധ്യാനനിരതനായി ഇന്നത്തെ പോലെ യാത്രാ സൗകര്യമില്ലാത്ത കാലമാണത്. ആ ദേവീക്ഷേത്രത്തിൽ തൊഴാൻ വരുന്ന ഭക്തൻ ജനങ്ങൾ സിദ്ധനെ മനസ്സിലാക്കിയില്ല. താടിക്കാരനായ ഭ്രാന്തൻ എന്നേ മനസ്സിലാക്കിയുള്ളൂ. അദ്ദേഹം അവിടെ തപസ് ഇരിക്കാൻ ആരംഭിച്ചു. ശ്രീനാരായണ ഗുരുദേവൻ അരുവിപ്പുറത്തു നിന്ന് ശിവഗിരിയിൽ മടങ്ങിയെത്തി. ഇത് പതിവുള്ള കാര്യവുമാണ്. ഗുരുദേവൻ നേരിട്ട് നടത്തുന്ന സ്ഥാപനങ്ങളും നിർദ്ദേശപ്രകാരം നടത്തുന്ന ക്ഷേത്രങ്ങളും സ്ഥാപനങ്ങളും സന്ദർശിക്കാൻ ഗുരുവിന്റെയും ശ്രീ ചട്ടമ്പിസ്വാമികളുടെയും ഭക്തനായ ഡോക്ടർ കെ ജി ഗോപാലപിള്ള ഗുരുദേവനെ പതിവ് പോലെ വന്ദിക്കുവാൻ ശിവഗിരിയിലെത്തി. അദ്ദേഹം ചെമ്പഴന്തി മൂത്തപിള്ള ഗോവിന്ദപിള്ളയുടെ മകനും തിരുവനന്തപുരം ആയുർവേദ കോളേജ് പ്രിൻസിപ്പളുമാണ്. ഡോക്ടർ ഗോപാലപിള്ളയുടെ നമുക്ക് സുകുമാരകൃതം സേവിച്ചാൽ കൊള്ളാം, അത് മലശോധനയ്ക്ക് നല്ലതല്ലേ? സുകുമാരകൃതം ഗോപാലപിള്ള നല്ലതാണ് സ്വാമി. ആൾ ശല്യമില്ലാത്ത സ്ഥലത്ത് പോയിരുന്നത് സേവിക്കണം. അതിന് തിരുവനന്തപുരത്ത് വലിയ മാർത്താണ്ഡൻ തോപ്പിൽ കിഴക്കുവശത്തുള്ള ആശ്രമോചിതമായ ഒരു കെട്ടിടമുണ്ട്, അവിടെ താമസിച്ചാവാം എന്ന് പറഞ്ഞ് ഡോക്ടർ ഗോപാലപിള്ളയോടൊപ്പം ശ്രീനാരായണ ഗുരുദേവൻ തിരുവനന്തപുരത്തേക്ക് യാത്രയായി. ഒരു ദിവസം പെട്ടെന്ന് ഗുരുദേവൻ ഡോക്ടർ ഗോപാലപിള്ളയെ വിളിക്കുവാൻ എന്നോട് ആജ്ഞാപിച്ചു. ഇതെഴുതുന്നത് ഭാർഗവൻ വൈദ്യരാണ്. ഗോപാലപിള്ള വന്നു, നമുക്ക് ഉടനെ ശിവഗിരിക്ക് പോകണം, അവിടെ ചെന്ന് സുകുമാരവ്രതം തുടർന്ന് സേവിക്കാം. ചാക്ക റെയിൽവേ സ്റ്റേഷൻ വരെ പോകാൻ ഗോപാലപിള്ളയുടെ കാറ് വേണം എന്ന് കൽപ്പിച്ചു. സ്വാമികൾ ഒരു തീരുമാനം എടുത്താൽ മാറാൻ പ്രയാസമാണെന്നറിയാവുന്ന ഡോക്ടർ ഗോപാലപിള്ള യാത്രയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾ ചെയ്തു. മേൽപ്പറഞ്ഞ ഞങ്ങൾ 3 പേരും ഗുരുദേവനുമായി ചാക്ക റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്രയായി. ചാക്കയിലെ പാലത്തിന് കിഴക്കുവശം വടക്ക് ഭാഗത്ത് ചാക്കോപ്പുരയിൽ ഗോവിന്ദൻ എന്ന ഭക്തൻ ഒരു കട നടത്തുന്നുണ്ട്. പൂജാ സാധനങ്ങളാണ് വ്യാപാര വസ്തുക്കൾ. അവിടെ എത്തിയപ്പോൾ കാർ നിർത്തുവാൻ കൽപ്പിച്ചു. എന്നിട്ട് എന്നോട് കടയിൽ നിന്ന് ഒരു പടല പഴം വാങ്ങി വരാൻ നിർദ്ദേശിച്ചു. ഞാൻ പോയി പഴം വാങ്ങാൻ തുടങ്ങിയപ്പോൾ ഭക്തനായ ഗോവിന്ദൻ ഞാൻ കൊണ്ടുപോയി ഗുരുദേവന് കൊടുക്കാമെന്ന് പറഞ്ഞ് ഗുരു ഇരിക്കുന്നിടത്ത് തന്നെ വന്ന് ആ പഴം ഗുരുദേവനെ ഏൽപ്പിച്ചു. അവിടെ നിന്നും കാറ് ഓടി ശംഖുമുഖത്ത് ചെന്ന് ആ കാർ നിർത്താൻ പറഞ്ഞു. അവിടെ നിർത്തിയപ്പോൾ എന്നോട് ആ പഴം ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരാൻ കൽപ്പിച്ചു. അതനുസരിച്ച് ഞാൻ പഴം എടുത്തുകൊണ്ട് ഗുരുദേവനോടൊപ്പം നടന്നു. സംഗീത സ്വാമികളും ശംഖുഭക്തനും ഞാനും ഗുരുദേവനെ അനുഗമിച്ചു. ശംഖുമുഖത്തെ കൽമണ്ഡപത്തിൽ കയറിയപ്പോൾ ഒരു ഭക്തൻ ധ്യാനനിരതനായി ഇരിക്കുന്നു. സ്വാമികൾ അടുത്ത് ചെന്നു. സ്വല്പസമയം നിന്നപ്പോൾ ഭക്തൻ കണ്ണു തുറന്നു, ഗുരുദേവനെ കണ്ടു. എണീറ്റ് ഗുരുദേവനെ കെട്ടിപ്പിടിച്ചു. ആനന്ദ ബാഷ്പം ചുരിഞ്ഞു. ഗുരുദേവൻ പഴമെടുത്ത് ഭക്തന് നൽകി. കൽമണ്ഡപത്തിൽ നിന്ന് കമണ്ടലുവിൽ നിന്ന് വെള്ളവും കൊടുത്തു. പഴവും ജലവും ഉപയോഗിച്ച് ഭക്തൻ നമ്മുടെ ശ്രീ കാശിനാഥ സിദ്ധനായിരുന്നു. ശ്രീ കാശി സിദ്ധനെയും കൂട്ടി റെയിൽവേ സ്റ്റേഷനിൽ വന്നു ട്രെയിൻ മാർഗം ശിവഗിരിയിലെത്തി. സിദ്ധന് മലയാളം അറിഞ്ഞുകൂടാ, ബംഗാളിയാണ്. സ്വാമിക്ക് ബംഗാളി വശമില്ല, സംഭാഷണം സംസ്കൃത ഭാഷയിലായി. അങ്ങനെ കാശി സിദ്ധൻ ശിവഗിരിയിൽ താമസിച്ചു. ശിവഗിരിയിൽ താമസിക്കുക മാത്രമല്ല, ഗുരുദേവനെ ശിഷ്യത്വം സ്വീകരിക്കുന്നത് പോലെയാണ് അവിടെ അദ്ദേഹം കഴിഞ്ഞിരുന്നത്. അതിന് പിന്നീട് ഇന്ന് ശിവഗിരി ഗുരുദേവന്റെ മഹാസമാധി മന്ദിരം, ആ മഹാസമാധി മന്ദിരത്തിനടുത്ത് മഹാസമാധി മന്ദിരത്തിന് കാശി സിദ്ധനാണ് ശിലാസ്ഥാപനം നടത്തിയതെന്ന് ഈ ഭാർഗവൻ വൈദ്യർ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അന്ന് 2 ശിലാസ്ഥാപനം നടന്നു. ഒന്ന് ബ്രഹ്മവിദ്യാ മന്ദിരത്തിന്, ഇപ്പൊ ഇരിക്കുന്ന ബ്രഹ്മവിദ്യാ മന്ദിരം ശിവഗിരി സമാധി മന്ദിരത്തിന് തൊട്ട് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി കാണുന്നു. അതിന്റെ ശിലാസ്ഥാപനം ശ്രീനാരായണ ഗുരുദേവനും ബ്രഹ്മവിദ്യാ മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം ശിവഗിരിയിലെ ഇന്ന് കാണുന്ന സമാധി മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം കാശിസിദ്ധനും അന്ന് നടത്തിയെന്നാണ് പറയുന്നത്. കാരണം ഇത് രണ്ടും നടത്താൻ ഉദ്ദേശിച്ചുള്ള ഒരു ശിലയാണ്, ബ്രഹ്മവിദ്യാലയത്തിന്റെ ശിലയാണ് സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത്. പക്ഷെ ഗുരുദേവൻ പറഞ്ഞു 2 ശിലകൾ ഒരുക്കി വെക്കണമെന്ന്. ഗുരു പറഞ്ഞാൽ തിരുവായിക്ക് എതിർവായില്ല, ആരും അത് എന്തിനാണെന്ന് ചോദിക്കുകയില്ല. അപ്പൊ 2 കല്ലുകൾ വേണമായിരിക്കും എന്ന് കരുതി ഭക്തജനങ്ങൾ അത് ഒരുക്കി വെച്ചു. യഥാർത്ഥത്തിൽ ശിലാസ്ഥാപനം നടത്തേണ്ട മുഹൂർത്തമായി ബ്രഹ്മവിദ്യാ മന്ദിരത്തിന്. ശിഷ്യന്മാരെല്ലാം നോക്കി നിൽക്കുകയാണ്. ഭക്തജനങ്ങൾ ശിവഗിരി കുന്നിന് മുകളിൽ കൂടിയിട്ടുണ്ട്. സന്യാസി ശിഷ്യന്മാർ ഗുരുദേവ സന്നിധിയിലെത്ത് ശിലാസ്ഥാപന സമയമായി എന്ന് അറിയിക്കുന്നു. ഗുരുദേവനിൽ ഒരു ചലനവും കാണുന്നില്ല, ഒരേ ഇരിപ്പാണ്.
എഴുന്നേറ്റ് പോകാം എന്ന് പറയുവാൻ ആർക്കും ധൈര്യമില്ല. അല്പസമയം കഴിഞ്ഞ് ഗുരുദേവൻ കൂടി നിൽക്കുന്നവരോടെ പറഞ്ഞു, അല്പസമയം കൂടി ഉണ്ട്, അത് കഴിഞ്ഞു പോകാം. ഗുരു വീണ്ടും വിശ്രമിക്കുന്നു. ഈ പറഞ്ഞ അല്പസമയം കഴിഞ്ഞു, അതാ കാശിസിദ്ധൻ വരുന്നു. അമ്പലത്തിൽ നിന്നും അവതരിച്ചതുപോലെ സമയമായി പോകാം എന്ന് സംസ്കൃത ഭാഷയിൽ സിദ്ധനോട് ഗുരുദേവൻ പറയുന്നു. സിദ്ധനും ഗുരുദേവനും മുൻപിലായി വൈദിക മഠത്തിന്റെ ഇടതുവശത്തുള്ള വഴികളിലൂടെ കടന്ന് ഇന്നത്തെ സമാധി മന്ദിരം ഇരിക്കുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ ഒരുക്കി വെച്ചിരുന്ന 2 ശിലാഫലകങ്ങളിൽ ഒന്ന് എടുത്തുകൊണ്ട് കാശി സിദ്ധൻ ഇന്ന് സമാധി മന്ദിരം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഒരുക്കിയിരിക്കുന്ന ശില വയ്ക്കാൻ ഉള്ള സ്ഥലത്തേക്ക് നടന്നു നീങ്ങുകയും ഗുരുദേവനോടൊപ്പം അവിടെ നിന്നുകൊണ്ട് അതിനുള്ള ശിലാസ്ഥാപനം നടത്തുകയും ഇത് ഒരു സമാധി മന്ദിരമായി പരിണമിക്കും എന്ന്, അതെല്ലാം കഴിഞ്ഞ് പിന്നീട് കൂടി നിന്നവരോടായി ഗുരുവിന്റെ സാന്നിധ്യത്തിൽ തന്നെ പറയുകയും ചെയ്തു എന്നാണ് പറയുന്നത്. രണ്ടാമതൊരുക്കിയിരുന്ന ശില ഗുരുദേവൻ കയ്യിലേന്തി തൊട്ട് എതിർവശത്തുള്ള ഈ പറയുന്ന ബ്രഹ്മവിദ്യാ മന്ദിരത്തിന് വേണ്ടി രൂപകൽപ്പന ചെയ്ത് അല്ലെങ്കിൽ അവിടെ മാർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് ശിലാസ്ഥാപനം നടത്തിയെന്നും ഈ ഭാർഗവൻ വൈദ്യർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഭാർഗവൻ വൈദ്യർ രേഖപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്. ശിവഗിരിയിൽ നേരത്തെ തന്നെ നമ്മളിപ്പോ പറയുന്ന ശിവഗിരി തീർത്ഥാടനമില്ലേ, ആ തീർത്ഥാടനം പോലെ തന്നെ തൈപ്പൂയ മഹോത്സവം നടത്തി വന്നിരുന്നു ഗുരുദേവൻ അവിടെ സശരീരനായിരുന്നപ്പോഴെന്നാണ് പറയുന്നത്. ശിവഗിരി തീർത്ഥാടനം പ്രചാരത്തിൽ വരുന്നതിന് മുൻപ് മീനമാസത്തിലെ തൈപ്പൂയത്തിനായിരുന്നു ശിവഗിരിയിൽ ഉത്സവം നടത്തിയിരുന്നത്. തീർത്ഥാടനത്തിൽ എന്ന പോലെ സമ്മേളനങ്ങൾ, സംഗീത സദസ്സുകൾ മുതലായവ ഗുരുദേവ സാന്നിധ്യത്തിൽ വിപുലമായി നടത്തിയിരുന്നു. അവയിൽ പ്രധാന ചടങ്ങ് കാവടി അഭിഷേകമായിരുന്നു. ഇന്ന് സമാധി മന്ദിരം നിൽക്കുന്ന സ്ഥാനത്ത് ഒരു പുര കെട്ടി വേൽ പ്രതിഷ്ഠിച്ച് അവിടെ വേലിൽ കാവടി അഭിഷേകം നടത്തിയിരുന്നു. ശിവഗിരി സ്കൂളിൽ വെച്ച് കാവടി കെട്ടി അവിടെ നിന്ന് ഘോഷയാത്രയായി വർക്കല പുത്തൻ ചന്ത വഴി സഞ്ചരിച്ച് ശിവഗിരി എത്തിയാണ് അഭിഷേകം നടത്താറ്. ആയിരക്കണക്കിന് കാവടിക്കാരും ഉണ്ടായിരുന്നു. ഭക്തജനങ്ങളും ധാരാളമായി കൂടുമായിരുന്നു. അഭിഷേകം കഴിഞ്ഞ് ഭക്തജനങ്ങൾ കുന്നിറങ്ങി താഴെ വന്ന് ഗുരുദേവനെയും ശാരദാദേവിയെയും വണങ്ങുകയാണ് പതിവ്. ഈ അവസരത്തിൽ ഗുരുദേവൻ ശിവഗിരിയിൽ തന്നെ വിശ്രമിക്കും. അക്കാലത്ത് ശിവഗിരി സ്കൂളിൽ നിന്നും ഇന്ന് കാണുന്ന മാതിരി റോഡുകൾ ഉണ്ടായിരുന്നില്ല. ഈ കാവടി ഘോഷയാത്രയും അഭിഷേകവും വളരെ കാലമായി നടത്തി വരികയായിരുന്നു. പ്രസിദ്ധനായ ആലുംമൂട് തറവാട്ടിലെ ഗോവിന്ദൻ ചാന്നാർ, ഗോവിന്ദദാസ് എന്നറിയപ്പെടുന്നയാൾ ആയിടയ്ക്കാണ് ശിവഗിരി തുരപ്പിനടുത്ത് വനജാക്ഷി മന്ദിരം പണിയിച്ച് താമസമാക്കിയത്. അദ്ദേഹം തികഞ്ഞ ഗുരുദേവ ഭക്തനായിരുന്നു. ഒരു ദിവസം ശിവഗിരിയിൽ വന്ന് ഗുരുദേവനെ വന്ദിക്കുക ദിവസവും ശിവഗിരിയിൽ വന്ന് ഗുരുദേവനെ വന്ദിക്കുക പതിവായിരുന്നു. ഒരു തൈപ്പൂയത്തിന് കാവടി അഭിഷേകം നടത്തിയതിനെ ഗോവിന്ദദാസ് എതിർത്തു. സ്വാമി തൃപ്പാദങ്ങളുടെ അടുത്ത് ചെന്ന് സങ്കടവും ഉണർത്തിച്ചു. തൃപ്പാദങ്ങൾ ഇവിടെ വിശ്രമിക്കുമ്പോൾ മുകളിൽ ഈ വേൽ വെച്ച് ആരാധന നടത്തുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ദാസ് വളരെ വേദനയോടെ ഗുരുദേവനോട് പറഞ്ഞു. ഗുരുദേവൻ, എന്ത് വേണമെന്നാണ് ദാസിന്റെ അഭിപ്രായം? ദാസ്, ഗുരുദേവന്റെ പാദുകം വേലിന്റെ സ്ഥാനത്ത് വെച്ച് അഭിഷേകം നടത്തട്ടെ. ഗുരുദേവൻ, ഓഹോ, പാദുകം നാം ആകുമെങ്കിൽ വേൽ നാം ആയിക്കൂടെ? ദാസും ഈ അഭിപ്രായമുള്ളവരും അങ്ങനെ സങ്കല്പിച്ചാൽ മതിയല്ലോ. പ്രപഞ്ചം തന്നെ സങ്കല്പകൽപ്പിതമല്ലേ ദാസേ? ഇതാണ് മറുപടി പറഞ്ഞത്. ഈ സംവാദം വളരെ പ്രചാരത്തിൽ വന്നു, വളരെ ഒച്ചപ്പാടും ഉണ്ടാക്കിയതാണ്. എന്തായാലും പിന്നീട് ശിവഗിരിയിൽ കാവടി അഭിഷേകം നടന്നിട്ടില്ല. നമ്മളിത് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന എനിക്കറിയാം. പക്ഷെ ഇത് പല തരത്തിലുള്ള കഥകളായിട്ടാണ് കേൾക്കുന്നത്. ഇതിങ്ങനെ ഒരു സംഭവത്തിന്റെ ഭാഗമായിരുന്നു വേൽ വെച്ച് പൂജിച്ചിരുന്നത് നിർത്തലാക്കുന്നതിന് കാരണം ഇങ്ങനെയാണ് എന്ന് അപൂർവമായി ചില ആളുകൾ എഴുതി വെച്ചിട്ടുണ്ട്, സച്ചിദാനന്ദ സ്വാമി പോലെയുള്ള ആള്. പക്ഷെ പൊതുവെ പറഞ്ഞു കേൾക്കുന്നത് വേറൊരു കഥയാണ്. വേലിനെ സംബന്ധിക്കുന്ന കഥയുണ്ട്, ശിവക്ഷേത്രം ഉണ്ടായിരുന്നു എന്നും പാതകം വെച്ച് പൂജിക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ഭാർഗവൻ വൈദ്യർ ഇതിന്റെ ഒരു ദൃക്സാക്ഷി വിവരണം പോലെ നൽകുമ്പോൾ അത് നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമികളെ കുറിച്ചും ഈ വൈദ്യര് ശരിക്കും ഭാർഗവൻ വൈദ്യർ എഴുതുന്നുണ്ട്. ചട്ടമ്പി സ്വാമികളെ കുറിച്ച് ഭാർഗവൻ വൈദ്യർ എഴുതുന്ന ചട്ടമ്പി സ്വാമികൾ ഒരു കാലത്തും ശ്രീനാരായണ ഗുരുദേവന്റെ ഗുരുവായിരുന്നിട്ടില്ല. ഇവർ രണ്ടുപേരും സുഹൃത്തുക്കളായിട്ട് തന്നെയാണ് അവിടെ പെരുമാറിയിരുന്നത് എന്ന് തന്നെയാണ്. കാരണം ഗുരുദേവൻ എപ്പോ കണ്ടാലും ചട്ടമ്പി എന്ന് വിളിക്കുകയും
ഗുരുവിനെ നാണു എന്നോ നാണനെന്നോ നാണു ഭക്തനെന്നോ ഒക്കെ വിളിക്കുകയും ചെയ്യുന്ന സ്വാതന്ത്ര്യമാണ് രണ്ടുപേരും പ്രകടിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും ഗുരുദേവന്റെ ഗുരുവായിട്ട് കാണാൻ ഗുരുദേവൻ ശ്രമിക്കുകയോ ചട്ടമ്പി സ്വാമികൾ ആ തരത്തിൽ ആ ഒരു ഭാവം പ്രകടിപ്പിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല എന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട് ചട്ടമ്പി സ്വാമികളെ സംബന്ധിക്കുന്ന ഭാവം. സമയം പരിമിതമായിട്ട് ഞാൻ അതിലേക്കൊന്നും കൂടുതൽ കിടക്കുന്നില്ല. ബോധത്തെക്കുറിച്ച്, ഗുരുവിന്റെ ശുചിത്വ ബോധത്തെക്കുറിച്ച് ഇദ്ദേഹം പറയുന്നത് നേരിട്ട് നമ്മൾ വായിക്കുമ്പം വളരെ നമുക്ക് രസം തോന്നും. ഈ കാരണം ശ്രീനാരായണ ഗുരുദേവൻ 5 മണിക്ക് ഉണർന്നെഴുന്നേറ്റാൽ എങ്ങനെയാണ് ദിനചര്യകൾ എന്ന് അതിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്നതാണ് അതിന്റെ ഒരു സവിശേഷത. ഏകദേശം 5 മണിയോടുകൂടി ഗുരുദേവൻ ശിവഗിരിയിലെത്തിയാൽ ഗുരുദേവൻ കുളിക്കുവാനുള്ള സ്ഥലത്തേക്ക് നേരെ പോവുകയാണ്. കുളിക്കുന്ന സ്ഥലം ശുദ്ധിയാക്കി പോരാ, പരമശുദ്ധമാക്കി കുളിക്കാൻ ചൂടുവെള്ളം പാകത്തിൽ വെച്ചിരിക്കും. പല്ല് തേക്കാൻ ഉമിക്കരി, മാവില, ഈർക്കിൽ മുതലായവ ക്രമീകരിച്ചു വെച്ചിരിക്കും. എണ്ണ, ഇഞ്ച, ചെറുപയർ അരച്ചത്, സോപ്പ് ഇതെല്ലാം കാണും. വെള്ളത്തോർത്ത് കാഷായം മാറ്റി ഉടുത്ത് ഒരു സ്റ്റൂളിലായിരുന്നു ഇരുന്ന് പല്ല് തേക്കുന്നത്. പല്ല് തേച്ച് കഴിഞ്ഞ് എണ്ണയും തേച്ച് മനോഹരമായ ഒരു പരന്ന ചെമ്പ് പാത്രത്തിൽ പൊക്കിൾ വരെ മുങ്ങിയ വെള്ളത്തിൽ കയറിയിരുന്ന് നാഭിപ്രദേശം അല്പം തേച്ചിട്ട് കുളി തുടങ്ങും. തലയിൽ വെള്ളം അനുചരന്മാരാരെങ്കിലും ഒഴിച്ചു കൊടുക്കണം. ഇഞ്ചയോ ചെറുപയറോ സോപ്പോ തേച്ച് മെഴുക്ക് കളയുന്നു. കുളി കഴിഞ്ഞ് തലേ ദിവസം കഴുകി ശുദ്ധമാക്കി വെച്ചിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ച് പർണശാലയിലോ വൈദിക മഠത്തിലോ എത്തുന്നു. അല്പം കഴിഞ്ഞ് കാപ്പിയോ കഞ്ഞിയോ കഴിച്ച് ഭക്തജനങ്ങൾക്ക് കാണുവാനുള്ള അവസരം നൽകുന്നു. ശാരദാമഠത്തിന് മുകളിൽ കാണുന്ന സ്ഥലത്ത് മാവിന്റെ പുറകിൽ ഒറ്റ മുറിയായി ഉണ്ടായിരുന്ന ചെറിയ പർണശാല എന്ന് പേരുണ്ടായിരുന്ന ആശ്രമത്തിലാണ് വിശ്രമിക്കാറ്. ഭക്തജനങ്ങൾ ബഹളം ഉണ്ടാക്കാതെ നിശബ്ദരായി നിൽക്കുന്നു. തിണ്ണയിലിട്ടിരിക്കുന്ന ഒരു ചൂരൽ കസേരയിൽ കാഷായം വിരിച്ച് അതിലാണ് അധിക സമയവും വിശ്രമിക്കാറ്. രോഗികൾ, മറ്റ് ഗൃഹസ്ഥന്മാരായ ഭക്തജനങ്ങൾ, മതപണ്ഡിതന്മാർ, ജിജ്ഞാസുക്കൾ, രാഷ്ട്രീയ പ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർ മുതലായ പലതരം ആളുകൾ കുളിച്ച് ശുഭ്രവസ്ത്രധാരികളായി ഉപഹാരങ്ങളുമായി ഗുരുവിനെ കാണുവാൻ എത്തിയിരിക്കും. അവർക്കെല്ലാം ദർശനം നൽകി ഓരോരുത്തരുടെയും ആവശ്യങ്ങൾക്ക്, അഭിരുചിക്കും ആശ്വാസത്തിനും ഉതകത്തക്കവണ്ണം സംഭാഷണങ്ങൾ നടത്തിയും അനുഗ്രഹിച്ചും ആശംസിച്ചും കാലത്തിനനുസരിച്ച് എത്ര മിതമായ സംഭാഷണം, കാലത്തിനനുസരിച്ച് മിതമായ സംഭാഷണം മിക്കവാറും ഇങ്ങനെ ഉച്ചവരെ കഴിഞ്ഞുകൂടും. കേരളത്തിന് വിശേഷിച്ചും അരനൂറ്റാണ്ടിന് മുമ്പ് ഉണ്ടായിട്ടുള്ളതും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നതുമായ സകല പരിവർത്തനങ്ങൾക്കും കാരണഭൂതമായ സംഭവഗതികൾ ഈ അവസരങ്ങളിലെ സന്ദർശനങ്ങളിലൂടെയാണ് ലഭിക്കുന്നത്. ലൗകികമായ കാര്യങ്ങൾ സാമാന്യ ജനങ്ങൾക്ക് ആ ദർശനം തന്നെ പകുതി മോഹം തീർക്കും. ബാക്കി സംഭാഷണങ്ങൾ കൊണ്ടും മറ്റും അനന്തതയിലേക്ക് നോക്കുന്ന ആ തേജസ്സൂറുന്ന നേത്രങ്ങളും ആത്മീയ പ്രാഭവം പ്രസരിച്ചുകൊണ്ടിരിക്കുന്ന ആ മുഖാരവിന്ദവും ദർശനീയം തന്നെ. ആ ദർശനം ലഭിക്കുവാനും പുണ്യം തന്നെ വേണം. അങ്ങനെ പോകുന്നു ആ സംഭാഷണം. ഞാനത് ദീർഘിപ്പിക്കുന്നില്ല. ഇങ്ങനെ പല വിധത്തിലും ഗുരുദേവനെ തൊട്ടറിയുന്ന തരത്തിൽ 17 വർഷം കൂടെ നിന്ന് ഇതെല്ലാം മനസ്സിലാക്കിയ ഒരു വ്യക്തിയുടെ വാക്കുകൾ എന്ന നിലയിലാണ് ഞാൻ ഇങ്ങനെ വായിച്ചത്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊന്നും ഇങ്ങനെ വായിക്കുന്ന ഒരു രീതി ഞാൻ അവലംബിച്ചില്ല. ഇതിങ്ങനെ അവലംബിക്കണമെന്ന് എനിക്ക് തോന്നാൻ കാരണം ഇത് വായിക്കുമ്പോൾ നമുക്കൊരു വേറൊരു അനുഭൂതി ലഭിക്കും. നമ്മൾ വേറൊരു ചരിത്രം വായിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഭാർഗവൻ വൈദ്യർ തന്നെ പറഞ്ഞെഴുതിയതാണ് എന്ന ഒരു പ്രത്യേകത ഇതിനുള്ളത് കൊണ്ടാണ്. ഒരുപക്ഷെ ഇതൊക്കെ കേട്ടിട്ടുള്ളവരായിരിക്കാം ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർ എന്ന് ഞാൻ കരുതുകയാണ്. ഭാർഗവൻ വൈദ്യരുടെ സാമൂഹിക പ്രവർത്തനങ്ങളും നമ്മൾ വിസ്മരിക്കാൻ പാകുന്നതല്ല. അദ്ദേഹം SNDP യോഗത്തിന്റെ നേതൃനിരയിൽ വന്ന് പ്രവർത്തിച്ചിട്ടില്ല, പക്ഷേ ഉള്ളൂർ ശാഖായോഗത്തിന്റെ പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഭാർഗവൻ വൈദ്യർ മരിക്കുന്നത് വരെ ആരോഗ്യസ്ഥിതിയോടെ ഇരുന്ന എത്രയും കാലവും ശിവഗിരി തീർത്ഥാടനം നടത്തുമ്പോൾ അതിലൊരു സമ്മേളനത്തിലെ മുഖ്യപ്രാസംഗികനായി ഭാർഗവൻ വൈദ്യർ സംബന്ധിക്കുമായിരുന്നു. അതിലെല്ലാം ഉപരിയുള്ള ഒരു പ്രശ്നം യോഗവും ധർമ്മസംഘവും തമ്മിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചു. മഹാഗുരുവിന്റെ സമാധിക്ക് ശേഷം ഉണ്ടായ തർക്കങ്ങൾ, ആർക്ക് വേണം ഈ സ്വത്തുക്കളുടെ അവകാശം എന്നതായിരുന്നു മുഖ്യമായ തർക്കം.
ഒരു വയസ്സ് CV കുഞ്ഞിരാമനും അതുപോലെ തന്നെ SNDP യോഗത്തിന്റെ മറ്റ് നേതാക്കന്മാരും അണിനിരുന്നപ്പോൾ മറുവശത്ത് അന്നുണ്ടായിരുന്ന സന്യാസി ശ്രേഷ്ഠന്മാരും അണിനിരുന്നു. കോടതിയിൽ കേസായി വർഷങ്ങൾ ആ കേസ് മുന്നോട്ട് പോയി. 1943 വരെ ആ കേസ് പോയി എന്ന് പറയാം. അതിന്റെ ഒരു ഘട്ടം, ആ കാലഘട്ടമായപ്പോൾ യഥാർത്ഥത്തിൽ ഇത് തീർക്കാൻ വേണ്ടിയുള്ള എല്ലാ മുൻകൈ പ്രവർത്തനങ്ങളും നടത്തിയത് ഭാർഗവൻ വൈദ്യരാണ്. ഭാർഗവൻ വൈദ്യർ സന്യാസി സംഘത്തിന്റെ മീറ്റിംഗിൽ പങ്കെടുക്കുകയും അവരെ ഉപദേശിക്കുകയും ചെയ്യും. SNDP യോഗത്തിന്റെ മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ട്, കാരണം ശാഖയുടെ പ്രസിഡന്റ് ആയിരുന്ന ആളല്ലേ, അവരോട് കാര്യങ്ങൾ പറയുകയും ചെയ്യും. അങ്ങനെ ഈ രണ്ടു കൂട്ടരും ഭാർഗവൻ വൈദ്യരെ ഒരു മധ്യസ്ഥനായി കണ്ടു. ആ മധ്യസ്ഥൻ എന്ന നിലയിൽ ഭാർഗവൻ വൈദ്യർ ഒരു ഒത്തുതീർപ്പ് ഫോർമുല ഉണ്ടാക്കി ഈ രണ്ട് യോഗങ്ങളിലും പങ്കെടുത്ത് അവരെ വായിച്ചു കേൾപ്പിച്ച് അവരുടെ രണ്ടുപേരുടെ സമ്മതം നേടി. ഇനി അവശേഷിക്കുന്നത് ഇവരുടെ സമ്മതപത്രം കോടതിയിൽ ഹാജരാക്കി കേസ് രാജിയാകുക. അതിനുവേണ്ടി എല്ലാ തീരുമാനങ്ങളും എടുത്തു. രണ്ടു കൂട്ടരും രണ്ട് തലത്ത് യോഗം ചേർന്ന് ഒപ്പിടേണ്ട ആളുകളെ ഡെപ്യൂട്ട് ചെയ്തിരിക്കുന്നു. അതിനനുസരിച്ച് ഒപ്പിട്ട പ്രമാണം ഭാർഗവൻ വൈദ്യർ കോടതിയിൽ ഹാജരാക്കി കോടതിയിൽ നിന്ന് ഉത്തരവ് വാങ്ങി കേസ് ഒത്തുതീർപ്പായിരിക്കുന്നു, അവർ രമ്യതയിൽ പോകുന്നു എന്നുള്ള അർത്ഥത്തിൽ വരുന്ന ജഡ്ജിമെന്റ് നേടി. പക്ഷെ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ആ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ അസ്ഥിരപ്പെടുത്തണം, അത് ധർമ്മസംഘത്തിന് അല്ലെ സന്യാസി ശ്രേഷ്ഠന്മാർക്ക് ഭാവിയിൽ ഒരുപാട് ദോഷം ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വാമി ആനന്ദ തീർത്ഥർ വീണ്ടും അപ്പീൽ കൊടുത്തു. വീണ്ടും കേസ് മുമ്പോട്ട് പോയി. അങ്ങനെ മുമ്പോട്ട് പോയ കേസാണ് അവസാനം ഒത്തുതീർപ്പായി. 52 ആയപ്പോഴത്തേക്കും ധർമ്മസംഘം മാറി. ധർമ്മസംഘം ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ട്രസ്റ്റിന്റെ സ്കീം ഷൂട്ടൊക്കെ കോടതി നിർദ്ദേശിച്ചു. അങ്ങനെ ട്രസ്റ്റായി മാറുകയൊക്കെ ചെയ്യുന്ന സംഭവം. പക്ഷെ അത് അങ്ങനെ അല്ലാതെ തീർക്കുന്നതിന് വേണ്ടി ഏറ്റവും മുൻകൈ എടുത്ത് പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു ഭാർഗവൻ വൈദ്യരെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിലൊക്കെ ഉപരിയായി എനിക്ക് തോന്നിയിട്ടുള്ളത് 1972-73 കാലഘട്ടത്തിലാണ് SNDP യോഗം ഏറ്റവും അധികം ഈ സംവരണത്തിന് വേണ്ടിയുള്ള സംവരണ സമുദായ മുന്നണിയൊക്കെ രൂപീകരിച്ച് അഖിലേന്ത്യാ തലത്തിൽ അതിനു വേണ്ടുന്നുള്ള നീക്കങ്ങളെല്ലാം നടത്തിയപ്പോൾ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കി കിട്ടുന്നതിന് വേണ്ടിയുള്ള ആദ്യ സമരങ്ങൾ ആരംഭിക്കുന്ന ആ കാലഘട്ടത്തിലാണ്. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയത് എന്ന സത്യം അവിടെ നിൽക്കട്ടെ. പക്ഷെ ഈ സമരവുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റ് നടയില്ല 73 നടത്തിയ ഒരു വലിയ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് ആദ്യമായി അറസ്റ്റ് വരിച്ചത് ഈ ഭാർഗവൻ വൈദ്യരായിരുന്നു. ആ SNDP യോഗം നടത്തുന്ന സമരത്തിൽ, സംവരണത്തിന് വേണ്ടി നടത്തുന്ന സമരത്തിൽ ഭാർഗവൻ വൈദ്യരാണ് ആദ്യം അറസ്റ്റ് വരിച്ചത് എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ SNDP യോഗവുമായും ധർമ്മസംഘവുമായും ഒക്കെ അഭേദ്യമായ ബന്ധം എന്നും നിലനിർത്തിയിരുന്ന വ്യക്തിയായിരുന്നു ഭാർഗവൻ വൈദ്യർ. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തിരുവനന്തപുരം ആദ്യ ആയുർവേദ കോളേജിലാണ് അദ്ദേഹം വൈദ്യകലാനിധി പാസ്സായത്, പഠിച്ചത്. അതിനുശേഷം മദ്രാസ് സർവകലാശാലയിൽ ചേർന്ന ആയുർവേദ ആചാര്യ കോഴ്സ്, അതായത് ബിരുദാനന്തര ബിരുദം അദ്ദേഹം നേടി. തിരിച്ചു വന്ന ഭാർഗവൻ വൈദ്യർക്ക് തിരുവനന്തപുരം ആയുർവേദ കോളേജിൽ താൻ പഠിച്ച വിദ്യാലയത്തിൽ തന്നെ അധ്യാപകനായി ജോലി കിട്ടി. താൻ പഠിച്ച വിദ്യാലയത്തിൽ തന്നെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചുകൊണ്ട് ആ കോളേജിൽ ഓരോ പടിപടിയായി ഉയർന്ന് പ്രിൻസിപ്പൽ സ്ഥാനത്ത് വരെ എത്തി. ആ കോളേജിന്റെ പ്രിൻസിപ്പൾ ആയിരുന്നു എന്ന് മാത്രമല്ല, ആയുർവേദ ഡിപ്പാർട്ട്മെന്റിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ വരെയായി ഉദ്യോഗ കയറ്റം കിട്ടി. അങ്ങനെ സമ്പന്നമായ, പ്രസിദ്ധമായ, പ്രശസ്തമായ ഒരു ഔദ്യോഗിക ജീവിതം കൂടി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരൊക്കെ ഇദ്ദേഹത്തിന്റെ ക്ലാസ്സിന് വേണ്ടി കാതോർത്തിരുന്നു എന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹം എടുക്കുന്ന സബ്ജക്റ്റ് അല്ല, ആ സബ്ജക്റ്റിന് വെളിയിൽ എവിടെയൊക്കെ അദ്ദേഹത്തിന് പരാമർശിച്ചുകൊണ്ട് ക്ലാസ് എടുക്കാൻ കഴിയുമോ അതെല്ലാം പരാമർശിച്ചുകൊണ്ട് വ്യക്തമായ, സരസമായ ക്ലാസ്സുകളായിരുന്നു അദ്ദേഹം എടുത്തിരുന്നെന്ന് അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ, ഈ കോളേജിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ എന്ന അല്ല ഈ ഡിപ്പാർട്ട്മെന്റ് ആ സ്ഥാനത്ത് എത്തിയപ്പോഴും പ്രിൻസിപ്പൽ സ്ഥാനത്ത് എത്തിയപ്പോഴും ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ ഗംഭീര വിജയമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. കാരണം വിദ്യാർത്ഥികളെയും സഹ അധ്യാപകരെയും അവരുടെ നിലയിൽ കണ്ടുകൊണ്ട് സ്നേഹിക്കും. അതുകൊണ്ട് വിദ്യാർത്ഥികൾക്കും ഇഷ്ടം, അധ്യാപകർക്കും ഇഷ്ടം. അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ ഭരണം നടത്തേണ്ട സമയത്ത് ഭരണപരമായ കാര്യങ്ങൾ വിട്ടുവീഴ്ചയില്ലാതെ ഭരണം നടത്താനും അതിൽ ദീർഘവീക്ഷണത്തോടെ നടപടിയെടുക്കാനും അദ്ദേഹത്തിന് കഴിയും. ഇദ്ദേഹം ആദ്യ അധ്യാപകനായി പ്രിൻസിപ്പളായി ചുമതലയേൽക്കുന്ന കാലത്ത് തിരുവനന്തപുരം ആയുർവേദ കോളേജ് വാടക കെട്ടിടത്തിലായിരുന്നു. ആ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ആയുർവേദ കോളേജ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു പരിശ്രമ ഫലമായിട്ട് ആണ് അവിടെ
ആയുർവേദ കോളേജിന് സ്വന്തമായി പുതിയ പുതിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞത് എന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഒരു പുസ്തകത്തിൽ. ശരിയായില്ല. അതുപോലെ തന്നെ ആയുർവേദത്തെ കുറിച്ച് അദ്ദേഹം അനേകം ലേഖനങ്ങൾ എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിന്റെ പ്രസിദ്ധീകരണങ്ങളിൽ. അതോടൊപ്പം തന്നെ ആയുർവേദത്തിന്റെ മരുന്നുകളെ കുറിക്കുന്ന ഉത്തമമായ ഗ്രന്ഥങ്ങൾ ആയുർവേദത്തെ കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആയുർവേദത്തിലെയും സംസ്കൃതത്തിലെയും ഏതൊക്കെ സംശയങ്ങൾ ചോദിച്ചാലും സംസ്കൃത ഭാഷ അനായാസം വഴങ്ങുന്നയാളായിരുന്നു ഇദ്ദേഹം. അങ്ങനെ എല്ലാ അർത്ഥത്തിലും തികഞ്ഞ ഒരു ഉൽപ്പതിഷ്ഠത്വം പുലർത്തിയിരുന്ന വ്യക്തി, ധിഷണാശാലിയായ വ്യക്തി, ശ്രീനാരായണ ഗുരുദേവന്റെ പാദത്തിൽ സമർപ്പിച്ച ജീവിതത്തിന്റെ ഉടമ. നമുക്കതിന്റെ ഏറ്റവും വലിയ തെളിവാണ് റെയിൽവേ ട്രാക്കിൽ നിന്ന് ശിരസറ്റ് പോയി കബന്ധമായി മാറേണ്ട ഭാർഗവൻ വൈദ്യനായി, പ്രിൻസിപ്പളായി, ഡയറക്ടറായി ഉന്നത സ്ഥാനങ്ങളിൽ എത്തിച്ചേർന്നെങ്കിൽ അത് പരമകാരുണികനായ ഗുരുദേവന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് നാം തിരിച്ചറിയണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സമയം അതിക്രമിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ നന്ദി സർ. ഗുരുവിന്റെ ഗൃഹസ്ഥ ശിഷ്യനായ ശ്രീ ഭാർഗവൻ വൈദ്യരെ കുറിച്ചാണ്. പ്രശസ്ത ഭിഷഗ്വരനും മഹാഗുരുവിന്റെ വത്സര ശിഷ്യനുമായ ഭാർഗവൻ വൈദ്യരുടെ സ്മരണകളിലൂടെയാണ് നാം ഇത്രയും സമയം കടന്നുപോയത്. മഹാഗുരുവിനെ കുറിച്ച് കൂടുതൽ അറിയുവാനും ഗുരുവിന്റെ കൃതികളിലെ കൂടുതൽ ആഴത്തിൽ നമുക്ക് കടന്നു ചെല്ലാനും നമ്മളെ പ്രാപ്തരാക്കുന്ന രീതിയിൽ വളരെ സുവ്യക്തമായാണ് ശശി സാറ് ഇത്രയും സമയം നമുക്ക് ക്ലാസ് എടുത്തു തന്നെ. ഈ ക്ലാസ് എടുത്തു തന്ന കോട്ടയം ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിന്റെ സീനിയർ അധ്യാപകൻ ശ്രീ VM ശശി സാറിന് ഈ ക്ലാസ് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഏവരുടെ പേരിലും കോട്ടയം ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിന്റെ പേരിലും നന്ദി അർപ്പിക്കുന്നു. അതുപോലെ നമ്മളുടെ ഈ ക്ലാസ് ഗുരുവിന്റെ ശിഷ്യ പരമ്പരകളുടെ ക്ലാസ് ഏകദേശം 10 ക്ലാസ്സുകൾ ഇപ്പം നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇനി ഒരു ചെറിയ ബ്രേക്ക് എന്നാണ് സാർ പറഞ്ഞത്. അടുത്ത ആഴ്ച, അതായത് ജൂലൈ 11-ാം തീയതി 8 മണിക്ക് 8 മണി തൊട്ട് 9 മണി വരെ ഗുരുവിന്റെ വേറൊരു കൃതിയുമായി ഇതേ സമയം ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. എന്നും നമ്മൾ ഉപയോഗിക്കുന്ന ആ ലിങ്ക് ഉപയോഗിച്ച് തന്നെ ക്ലാസ്സിൽ കയറുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളുടെ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ ഈ ക്ലാസ് കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് നമുക്കിതിന്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇന്ന് ഇൻട്രൊഡക്ഷനിൽ പ്രദീപ് ലാൽ സാർ പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ നമ്പർ അല്ല ഇന്ന് പറഞ്ഞത്. ഈ 2 നമ്പറിലും എന്നെ കോൺടാക്ട് ചെയ്യാം. 2 നമ്പറിലും അവൈലബിൾ ആയിരിക്കും ഞാൻ. സമർപ്പണ പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ പര്യവസാനിക്കുകയാണ്. സമർപ്പണ പ്രാർത്ഥന ചൊല്ലുന്നത് ശ്രീ വിനു VM പുതുപ്പള്ളി. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്ഛതി പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം തത് ശ്രീനാരായണ ഗുരു അർപ്പണമസ്തു.